യഫ്ഖഹു ഖൗലി. അള്ളാഹുവിന്റെ മഹത്തായ ഒരു അനുഗ്രഹത്താല് വീണ്ടും ഒരു ഖുർആൻ പഠന സദസ്സിൽ ഒത്തുചേരാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ കൂടിയിരുത്തം അല്ലാഹു ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അപ്പോ വിശുദ്ധ ഖുർആനിലെ 110-ാമത്തെ അധ്യായം അവതരണ ക്രമം അനുസരിച്ച് 114-ാമത്തെ സൂറത്തായിട്ടുള്ള സൂറ നസ്റാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോ ഈ സൂറത്ത് എന്ന് പറയുന്നത് കേവലം ഒരു 3 സൂക്തങ്ങൾ മാത്രമുള്ള സൂറത്താണ്. പക്ഷെ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മളെ ജീവിതത്തിൽ നമ്മൾ വിജയം കൈവരിക്കുമ്പോൾ ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് അള്ളാഹു വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞു തരികയാണ്. ഇതിന്റെ അവതരണത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കി. പ്രവാചകന്റെ അവസാന കാലഘട്ടത്തിൽ ഹജ്ജത്തുൽ വിദാന്റെ സമയത്ത് അവതരിച്ച സൂറയാണ്. അതിനുശേഷം പ്രവാചകൻ മദീനയിലോട്ട് മടങ്ങി. അങ്ങനെ കുറച്ചു കാലം ശേഷം നിര്യാതനാവുകയായിരുന്നു. അതുപോലെ തന്നെ പ്രവാചകന്റെ ഇസ്ലാമിക ദൗത്യ പൂർത്തീകരണത്തിന്റെ ഒരു സൂചന കൂടിയാണ് ഈ ഒരു സൂറത്ത് എന്നാണ്. അതുപോലെ പ്രവാചകന്റെ ആയുസ്സിന്റെ അന്ത്യത്തിന്റെ സൂചനയാണെന്ന് പണ്ഡിതന്മാരായിട്ടുള്ള അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സൂറത്തിൽ പറയുന്നത് അള്ളാഹുവിന്റെ സഹായം വിജയം വന്നെത്തി കഴിഞ്ഞാല് ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്നത് കാണുകയും ചെയ്താൽ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചെയ്യുക, അതുപോലെ തന്നെ പാപമോചനം തേടുക എന്നുള്ളതാണ് ഈ സൂറത്തിന്റെ ആശയം. അപ്പോ ഇതിൽ 1-ാമത്തെ സൂക്തത്തിൽ പറയുന്ന ഫത്ഹ് എന്ന് പറയുന്ന മക്ക വിജയമാണെന്നാണ് മെജോറിറ്റി സ്കോളേഴ്സിന്റെ അഭിപ്രായം. നമുക്കറിയാം ഒരു ജാഹിലിയ സമൂഹം, ഒരു നിരക്ഷരായ സമൂഹത്തിൽ നിന്ന് ഒരു ഇസ്ലാമിക രാഷ്ട്രം പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും 23 വർഷകാല പ്രയത്നം കൊണ്ട് ബിൽഡപ്പ് ചെയ്തെടുത്തതിന്റെ ഒരു പൂർണ്ണത എന്നുള്ളതാണ് ഈ സൂറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ അള്ളാഹു പറയുന്നത് അത് അള്ളാഹുവിന്റെ സഹായമാണ് ഈ ഒരു വമ്പിച്ച വിജയത്തിന് പിന്നിലുള്ളതെന്നാണ്. ഒരുപാട് ഖുർആനിൽ തന്നെ മറ്റുള്ള പ്രവാചകന്മാരും അതുപോലെ തന്നെ അവരുടെ അനുയായികളും ചെയ്യുന്ന പരിശ്രമങ്ങളിലൊന്നും അവരൊരിക്കലും ദുർബലരായിട്ടില്ല. മറിച്ച് അള്ളാഹുവിനോട് കൂടുതൽ സഹായവും പാപമോചനമൊക്കെ തേടുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഒരു വിശ്വാസികൾ എന്ന നിലയിൽ ഈ ആയത്ത് നമ്മളുമായിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാന്ന് വെച്ചാല്, ഇപ്പൊ ദീനി മാർഗത്തിലുള്ള പ്രബോധനങ്ങളാവട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണലി ഉള്ള പാരിത്രികവും ഐഹികവുമായിട്ടുള്ള ഏത് കാര്യങ്ങളാണെങ്കിലും നമ്മള് നമ്മുടെ ഭാഗത്തുനിന്ന് പ്രയത്നിക്കണം, അതുപോലെ തന്നെ പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു വിജയം വന്നു കഴിഞ്ഞാൽ അത് അള്ളാഹു എന്നുള്ളതാണെന്ന ആ ഒരു അപ്രോച്ചാണ്, അങ്ങനെ ഒരു വിനയത്തുള്ള അടിമയായിട്ടാണ് നമ്മൾ മാറേണ്ടത്. 2-ാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട് കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് ആളുകൾ വന്നെന്നുണ്ട്. ഇത് നമുക്കറിയാം, മക്കയിൽ കേവലം വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് രഹസ്യമായി പ്രബോധനം ചെയ്യുന്ന അവസ്ഥയിൽ പ്രവാചകന് ഒരു കമ്മ്യൂണിറ്റിനെ തന്നെ ലീഡ് ചെയ്യുന്ന രീതിയിൽ ഒരു രാഷ്ട്രം സ്ഥാപിച്ചെടുക്കുകയാണ് മദീനയിലെത്തി. മദീനയിൽ മാത്രമല്ല, നമ്മള് ആമുൽ വുഫൂദ് ഒക്കെ പറഞ്ഞു, ഹിജ്റ 9-ാം വർഷം എന്ന് പറഞ്ഞാൽ അത് ലോകത്തെമ്പാടുമുള്ള ആളുകളിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തുന്ന രീതിയിൽ. അപ്പൊ ഇത് പ്രവാചകനെ ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ്. പ്രവാചകൻ പ്രയത്നിച്ചിട്ടുണ്ടെങ്കിലും അതിനൊക്കെ മുകളിൽ അള്ളാഹുവിന്റെ ഔദാര്യമാണെന്നുള്ളതല്ല. ഈ ഒരു വിജയം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ വിശ്വാസികൾ ഏത് നിലപാടെടുക്കണം എന്നുള്ളതാണ് 3-ാമത്തെ സൂക്തത്തിൽ പറയുന്നത്. ഒരു ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലീഡറും അതുപോലെ തന്നെ ഒരു ഇസ്ലാമിക സത്യവിശ്വാസിയായിട്ടുള്ള ഒരു നേതാവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതിൽ പറയുന്നത്. നമുക്കറിയാം, ഭൗതികമായിട്ടുള്ള ഒരു നേതാവിനെ സംബന്ധിച്ച് അയാള് അത് കൊട്ടിഘോഷിക്കും, അത് തന്റെ സ്വന്തം അഹങ്കാരമായിട്ടാണ് കാണുക വിജയങ്ങൾ വന്നത്. പക്ഷെ പ്രവാചകന് ഇപ്പൊ നമുക്കറിയാം, മക്ക വിജയവേളയിലൊക്കെ ഒരുപാട് കുറ്റവാളികളായിട്ടുള്ള ആളുകൾ ഹാജരാക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണെന്ന് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അപ്പൊ അവര് പറയുന്നുണ്ട്, നിങ്ങൾ മാന്യനായ ഒരു സഹോദരനാണ്. അപ്പൊ പ്രവാചകൻ ഞാൻ വിട്ടയക്കാണെന്ന് പുഞ്ചിരിച്ചോട് പറയുന്നുണ്ട്. അപ്പൊ ഇതായിരിക്കണം ഒരു വിശ്വാസിയായിട്ടുള്ള നേതാവിന്റെ നിലപാട്. അപ്പോ എന്താണ് അതിന് ചെയ്യേണ്ടത് എന്നുള്ളതാണ് 3-ാമത്തെ സൂക്തത്തിൽ അതില് പറയുന്നത്. ഹംദ് കൊണ്ട് തസ്ബീഹ് ചെയ്യുക എന്നുള്ളത്. ഹംദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഏറ്റവും ഹയർ ലെവലാണ്. അപ്പൊ നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങിക്കൊണ്ട് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. 2-ാമത്തെ വിഷയം ഇസ്തിഗ്ഫാർ ആണ്. ഇപ്പോ ദീനി മാർഗത്തിലുള്ള പ്രബോധനത്തിലാവട്ടെ ഒരുപാട് ചെറിയ വീഴ്ചകളൊക്കെ പറ്റിയിട്ടുണ്ടാവും. അപ്പൊ നമ്മള് വിജയം വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിലോട്ട് പശ്ചാത്താപം സ്വീകരിക്കുക. ഈ ഒരു ആയത്ത് ഇറങ്ങിയതിനു ശേഷം പ്രവാചകൻ ഒരുപാട് റുക്കുവിലും സുജൂദിലൊക്കെ ഒരുപാട് പാപമോചന പ്രാർത്ഥനകൾ നടത്തിയതായിട്ട് പറയുന്നുണ്ട്. അപ്പോ പാപമോചന പ്രാർത്ഥനകൾ നടത്തിയതായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ പ്രവാചകന്റെ കേസ് എടുക്കുകയാണെങ്കിൽ
എങ്കിലും നമുക്കറിയാം ഉമ്മ മക്തൂർ അള്ളാഹു അൻഹിന്റെ ഒക്കെ ഒരു ചരിത്രം പറയുന്നുണ്ട്. അതായത് അവിടുത്തെ പ്രമാണിമാര് വന്ന ഉള്ള സദസ്സിൽ ഉമ്മ മക്തൂം വന്ന സമയത്ത് പ്രവാചകൻ അതിനെ ഒരു ആ ഒരു പ്രസൻസിനെ അവിടെ മൈൻഡ് ആക്കാണ്ടിരുന്നപ്പോഴാണ് അബസ്വത്വം അല്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ വീഴ്ചകളും പോരായ്മകളും വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പാപമോചനം തേടണം. അപ്പോ അതാണ് ഈ സൂറത്തിന്റെ മൊത്തത്തിലുള്ള ഒരു അവലോകനം. ഒരു ചെറിയ ഹദീസ് കൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. സത്യവിശ്വാസിന്റെ ഒരു ക്വാളിറ്റി പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അജബൻ ലിൽ അംരിൻ, മുൻവിശ്വാസികളുടെ കാര്യം എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണ്. ചെറിയൊരു നന്മ വന്നു കഴിഞ്ഞാൽ അവർ അതിൽ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യും. ചെറിയൊരു തിന്മയാണെങ്കിൽ അവര് അതിൽ സബ്ർ കൈക്കൊള്ളും എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ ഏത് വിജയങ്ങളാവട്ടെ, അത് ദീനീ പ്രബോധനത്തിന്റെ മാർഗത്തിലാവട്ടെ അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളാവട്ടെ, അത് അള്ളാഹുൽ നിന്നുള്ളതാണെന്ന പൂർണ്ണ ബോധത്തോട് കൂടിയിട്ട് നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങണം, അവനെ സ്തുതിക്കണം. അതുപോലെ തന്നെ നമ്മളെ പാപമോചനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും അള്ളാഹു അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ അടുത്ത് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുട്ടികളും പുറത്തും അപ്പായി തരുമാറാവട്ടെ. വാഹ്റദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അഹ്സൻതി, ജസാക്കല്ലാഹ് ഖൈർ. അൽഹംദുലില്ലാ, നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അല്ല, 7 മിനിറ്റ് ഉണ്ടായിരുന്നെങ്കിലും കാര്യങ്ങൾ വ്യക്തമായിട്ട് ഖുറാനും ഹദീസും ഒക്കെ ഉൾപ്പെടുത്തി, ചരിത്ര പശ്ചാത്തലം ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. മാഷാ അഹ്സൻതി, ജസാക്കല്ലാഹ് ഖൈർ. അൽഹംദുലില്ലാ. ഷബീൻ, ഇതിപ്പോ എത്ര പേര് പ്രസന്റ് ചെയ്തു? 4 പേര് അല്ലേ? നിങ്ങളുടെ വോയിസ് മ്യൂട്ടാണ്. 5 പേരാണ്. 5 പേര്. നമുക്ക് പറ്റുമെങ്കിൽ ലാസ്റ്റ് ഒരു താല്പര്യമുള്ളവർക്ക് മാത്രം ഒരു ഇത് വെക്കാം. ഈ പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളത് ഒരു നല്ല സ്കില്ലാണ്. സ്കില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യൽ വളരെ പ്രധാനമാണല്ലോ. കമ്മ്യൂണിക്കേഷനിൽ എവറിബഡി കമ്മ്യൂണിക്കേറ്റ്, യു കണക്ട്, എല്ലാവരോടും പറയാം കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം, ലോകതലത്തിൽ തന്നെ പല ലീഡേഴ്സും ആളുകളെ സ്വാധീനിച്ചതിൻ്റെ ഒരു പ്രധാന ഒരു പോയിന്റ്, പല ഘടകമുണ്ട്. ഒരു പോയിന്റ് എന്ന് വെച്ചാൽ അവരുടെ സംസാരശേഷി ഒരു ഘടകമാണ്. എന്നാൽ അതിൽ പരിമിതിയുള്ള ആളുകൾ വേറെ രീതിയിൽ മറികടന്ന ആളുകളുണ്ട്. പക്ഷെ ഇതൊരു ഘടകമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ ലേറ്റസ്റ്റ് എക്സാമ്പിൾ പറയുമ്പോൾ, പിന്നെ ഇപ്പം ഈ ബറാക്ക് ഒബാമയുടെ ഒക്കെ ഒരു ആദ്യത്തെ സ്പീച്ചിനെ കുറിച്ചൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ കുറേ റിവ്യൂസ് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഈ ഇബ്രാഹിം ട്രോറേനെ ആർക്കും അറിയോ? ഇബ്രാഹിം ട്രോറേ ഓക്കെ. ഇപ്പം ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു ലീഡറാണ് അദ്ദേഹം. പിന്നെ ചെറിയ പ്രായമുള്ളൂ, ഒരു 30-35 വയസ്സേ ഉള്ളൂ. ഇപ്പം ആഫ്രിക്കയുടെ തന്നെ ഒരു ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് കൊടുക്കുന്ന ഒരാളാണ് ഇബ്രാഹിം ട്രൊറേ എന്ന അദ്ദേഹത്തെ കുറിച്ച് പറയാം. ചെറിയ പ്രായമുള്ളൂ, നിങ്ങൾ പഠിച്ചു അദ്ദേഹത്തെ കുറിച്ച്. പിന്നെ എനിവേ, ഞാൻ പെട്ടെന്ന് മനസ്സിലാവുന്ന എക്സാമ്പിൾ പറഞ്ഞാട്ടോ. അപ്പോൾ അത് ഇപ്പം എനിക്ക് ഇതുവരെ സംസാരിച്ച ആളുകളെന്ന് മനസ്സിലായത് എല്ലാവർക്കും നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ എൽമ് ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ഈ ഡോക്ടർ യാസർ ഖാദിയുടെ ഒരു എൽമിനെ കുറിച്ചുള്ള ഒരു ടോക്ക് കേൾക്കുന്നുണ്ടായി. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മളൊരു കാര്യം ആളോട് പറഞ്ഞാൽ നമ്മളൊരു പ്രാവശ്യം പറയുള്ളൂ, അതോടെ കഴിഞ്ഞു. പക്ഷെ പിന്നീട് അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കും. ആളുകളുണ്ടാവും, ജനറേഷൻ ഷെയർ ചെയ്യപ്പെടും. അങ്ങനെ ഇപ്പം ചിലപ്പം നമ്മൾ മരിച്ചതിന് ശേഷം പല ജനറേഷനിലൂടെ അത് പോകും. മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുണ്ടാവും എൽമി യുന്തഫ ബിഹി എന്നുള്ള ഉപകാരപ്പെടുന്ന അറിവ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അറിയാതെ നമ്മുടെ ഖബറിലേക്കും നമ്മുടെ പരലോക ജീവിതത്തിലേക്കും വരുന്നത് ഈ ഷെയർ ചെയ്യപ്പെടുന്ന എൽമായിരിക്കും. ഇപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു സെഷൻ നമുക്ക് ഉള്ള സമയം നോക്കിയിട്ട് അവസാന ഘട്ടത്തിൽ ഇതിൻ്റെ സംസാരം ഒരു സ്പീക്കിംഗ്, പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു സെഷൻ നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, 6 പേരാണ്. 6 പേരാണ് കേട്ടോ. 6 പേരെ അല്ലേ? ഓക്കെ, അൽഹംദുലില്ലാഹ്.
ഓക്കെ, അൽഹംദുലില്ലാ. അതിന് സന്നദ്ധരായ തന്നെ വളരെ പോസിറ്റീവായ കാര്യമാണ്. ഇൻഷാ അല്ലാ. ഓക്കെ, അൽഹംദുലില്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അൽഹംദുലില്ലാ, നമ്മൾ ഇന്ന് പഠിക്കുന്ന സൂറത്തുൽ കാഫിറൂൻ ആണ്. നമുക്ക് വളരെ സുപരിതമായ സൂറകളിലൊന്നാണ് സൂറത്തുൽ കാഫിറൂൻ. ശരിക്ക് ഈ സൂറ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ കഴിഞ്ഞ സൂറയിൽ പഠിച്ച തൗഹീദിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. അതിനേക്കാൾ തൗഹീദ് എത്രത്തോളം ഗൗരവം നിറഞ്ഞതാണെന്നത് നമ്മൾ ബോധ്യപ്പെടുന്ന ഒരു സൂറയാണ്. ശരിക്ക് ഇത് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിന് ഒരു സൗന്ദര്യം ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന, പലവിധ ടെൻഷനുകളിൽ നിന്ന് മാറി നിന്ന് കൃത്യമായൊരു ഫോക്കസിൽ, കൃത്യമായ ക്ലാരിറ്റിയോട് മുമ്പോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂറയാണ് സൂറത്തുൽ കാഫിറൂൻ. ഇൻഷാ അല്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. കഴിയുന്നവർക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഒന്ന് റിപ്പീറ്റ് ചെയ്യണേ. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. قل يا أيها الكافرون قل قل يا أيها الكافرون لا أعبد ما تعبدون لا لا أعبد ما تعبدون ولا أنتم عابدون ولا أنتم عابدون ما أعبد ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. لكم دينكم ولي دين. ആർക്കെങ്കിലും ഓർന്നോ? എനിവൺ? അൽഹംദുലില്ലാ. പിന്നെ സൂറത്തുൽ കാഫിറൂൻ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മനോഹരമായിട്ടുള്ളൊരു സൂറയാണ്. നമുക്ക്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയെ ത്വവാഫ് ചെയ്തതിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ. നിങ്ങൾക്കറിയാം, പിന്നെ മക്കയിൽ പോയ ആൾക്ക് മനസ്സിലാവും. ത്വവാഫ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ വെച്ച് നമ്മൾ നിസ്കരിക്കുക? സുന്നത്ത് നിസ്കരിക്കുക. കഅബ ത്വവാഫ് ചെയ്ത് എവിടെ വെച്ച് നമ്മൾ സുന്നത്ത് നിസ്കരിക്കുക? മഖാമ് ഇബ്രാഹിമിന്റെ അടുത്ത് വെച്ച് നിസ്കരിക്കും. അപ്പോൾ ഓതാൻ കഴിയുന്ന രണ്ട് സൂറകളാണ് സൂറത്തുൽ ഇഖ്ലാസും പിന്നെ സൂറത്തുൽ കാഫിറൂൻ. വെറും ഓതാൻ പറ്റില്ല, അല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതാറുണ്ടായിരുന്നു എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറ ഓതുമായിരുന്നു. മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങളിൽ ഈ സൂറ ഓതും. അതേപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതുന്ന സൂറ. ഇങ്ങനെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി ഓതിയൊരു സൂറയായിരുന്നു സൂറത്തുൽ കാഫിറൂൻ. അപ്പോൾ നമുക്കതിൻ്റെ ഒരു മഹത്വം അങ്ങനെ മനസ്സിലാവും. ഈ ഓതാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഓതുകയല്ല, മറിച്ച് എന്താണ്, അത് കൃത്യമായൊരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുമല്ലോ. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ നമുക്ക് സൂചിപ്പിക്കാം. അങ്ങനെ നിരന്തരമായ ബോധ്യം നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടാകുമ്പോൾ, തൗഹീദിൽ അധിഷ്ഠിതം മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ നമുക്ക് പഠിക്കാം. അപ്പോൾ അതാണ് ഈ സൂറയുടെ ഒരു റെലവൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഈ സൂറയെക്കുറിച്ച് സമഖ്ശരി തഫ്സീൽ കശാഫിൽ പറയുന്നുണ്ട്. സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് വയുഖാലു ലഹാ വലിസൂറത്തിൽ ഇഖ്ലാസ് അൽ മുഖഷ്കിഷതാൻ എന്ന് പറഞ്ഞാൽ അൽ മുബ്രിഅതാനി മിനൻ നിഫാഖ്, നിഫാഖിൽ നിന്ന് പൂർണ്ണമായി മോചിതമാകുന്ന രണ്ട് സൂറകൾ ഉണ്ടല്ലോ. നിഫാഖിൽ നിന്ന് പൂർണ്ണമായി മോചിതമാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് സൂറകളാണെന്ത്? സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ കാഫിറൂനും. ഒരു ഹദീസിൽ മറ്റേ പറയും, മൻ ഖറഅ സൂറത്തുൽ കാഫിറൂൻ ഫകഅന്നമാ ഖറഅ ഫഅന്നമാ ഖറഅ റുബ്ഉൽ ഖുർആൻ. ഒരാൾ സൂറത്തുൽ കാഫിറൂൻ ഓതിയാൽ ഖുർആന്റെ 1/4 ഓതിയതുപോലെയാണ്. റുബ്ഉൽ ഖുർആൻ എന്നാ പറഞ്ഞത്. وتباعدت منه مرضة الشياطين وبرئ من الشرك ويعافي من الفزع الأكبر. അങ്ങനെ ഷെയ്ത്താൻ നഗരാനും ഷിർക്കിന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സൂറയാണെന്ത്? സൂറത്തുൽ കാഫിറൂൻ. അപ്പോൾ നമുക്ക് ഈ സൂറയെക്കുറിച്ച് അത്രയും മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ എനിക്ക് ഉറങ്ങാൻ നേരത്ത് ചൊല്ലാൻ വല്ല ഉപദേശം തന്നാലെന്നൊരു സ്വഹാബി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ആ സൂറ നിങ്ങൾ അവസാനം വരെ ഓതി ഉറങ്ങിക്കൊള്ളുക, അത് ഷിർക്കിൽ നിന്നുള്ള മോചനമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. മുആദ് ജബലിനോടും ഉറങ്ങാൻ നേരത്ത് ഈ സൂറ ഓതാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ പറയുന്നുണ്ട്, നിങ്ങളെ ഷിർക്കിൽ നിന്നും സുരക്ഷിതമാക്കുന്നൊരു വാക്യം പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഉറങ്ങാൻ നേരത്ത് ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഓതുക. അപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല ഹദീസുകൾ നോക്കുമ്പോൾ അത്രമാത്രം മഹത്വമുള്ളൊരു സൂറയാണ്. അപ്പോൾ ഞാൻ സംക്ഷിപ്തമായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. രണ്ടാമത്തേത്, ഈ സൂറ അവതരിച്ചൊരു കോണ്ടെക്സ്റ്റ് വളരെ പ്രധാനമാണ്, സാഹചര്യം. ഇത് നമുക്ക് ഇസ്ലാമിൻ്റെ ഒരു മഹത്വം കൂടി മനസ്സിലാവും. ഇപ്പോൾ ഞാനിത് പറയുന്നതിൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിങ്ങനെ ഫലസ്തീനെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര പെയിൻഫുൾ ആണല്ലോ, അല്ലേ? ഇപ്പോൾ ഞാനിത് പബ്ലിക് സ്പീക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു 3 minutes ഒരു 4 minutes ടോക്ക് MITയിലെ മസാച്യൂസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അല്ലേ? MITയിലെ ഗ്രാജുവേഷൻ ഡേയിൽ ഒരു ഇൻഡോ അമേരിക്കൻ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് അവരുടെ സ്പീച്ചുകൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? എനിവേ ഞാനത് കോണ്ടക്സ്റ്റിൽ പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ ഫലസ്തീൻ ഇങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കുമല്ലോ, എന്താണ് ആ ഫലസ്തീൻ ജനത ഖുർആനെ മുറുകെ പിടിക്കുന്ന ഒരു സമൂഹം. പക്ഷേ ചുറ്റുമുള്ള ലോകത്ത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മുസ്ലിം പോപ്പുലേഷൻ ഭയങ്കര ഉണ്ടല്ലോ, എന്തേ മുസ്ലിങ്ങൾക്ക് ഇതിനൊന്നും ഓവർകം ചെയ്യാൻ പറ്റാത്തത്, അല്ലേ? മുസ്ലിം ജനത ഇങ്ങനെ ആയിപ്പോയത്, ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുമല്ലോ, അല്ലേ? മനസ്സിൽ സ്വാഭാവികമായിട്ട്.
ശരിക്ക് ഏഹ്, അത് നമുക്ക് ചില ബോധ്യങ്ങൾ ഉണ്ടാവണം, ചില ധാരണകൾ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൂറത്തുൽ കാഫിറുമായി ബന്ധപ്പെട്ട് ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞാൽ അതിൻ്റെ ഒരു മർമ്മം പറയാട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഈ സൂറ അവതരിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവതരണ പശ്ചാത്തലം, കുറേശികൾ വന്നിട്ട് പല ഓഫറും കൊടുക്കുന്നുണ്ട്. ആ ഓഫറുകൾ പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഹമ്മദ് താങ്കളെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് താങ്കൾക്ക് രക്ഷപ്പെടണമല്ലോ. കാരണം രൂക്ഷമായ ആക്രമണങ്ങളാണ് ലഭിക്കുന്നതിനുണ്ടായിരുന്നത്. നിക്കകള്ളിയില്ലാതിരിക്കുന്ന മുസ്ലിം സമൂഹം ഇവിടെ കോംപ്രമൈസിനെത്താണ്. ആര്? കുറേശികൾ. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ നോക്കണം കേട്ടോ. നിങ്ങളെ ഞാൻ ഏറ്റവും വലിയ സമ്പന്നനാക്കാം, അതിന് മാത്രമുള്ള സമ്പത്ത് നിങ്ങൾക്ക് സ്വരൂപിച്ചു തരാം, ഇതിൽ നിന്ന് മാറിയാൽ മതി. താങ്കൾക്ക് ഇഷ്ടമുള്ള യുവതിയെ കല്യാണം കഴിക്കാം, അതേപോലെ തന്നെ ഞങ്ങൾ താങ്കളെ പിന്തുടരാം, ഞങ്ങളെ നേതാവെ അംഗീകരിക്കാം. ഒറ്റ കാര്യം ചെയ്താൽ മതി, ദയവ് ചെയ്ത് ഞങ്ങളുടെ ദൈവങ്ങളെ വിമർശിക്കരുത്. ഇനി ഇത് നിങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആണെങ്കിൽ വേറൊരു നിർദ്ദേശം വെക്കാം. എന്താന്ന് ചോദിച്ചപ്പോൾ, ഒരു കൊല്ലം ഞങ്ങളുടെ ദൈവങ്ങളായ ലാത്തയും മുസ്ലിങ്ങളെ ആരാധിക്കാം, മറ്റേ പോലെ ഞങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിക്ക് നോക്കട്ടെ, അള്ളാഹു ഇതിലെന്താണ് കൽപ്പിക്കാൻ നോക്കട്ടെ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കാം നബിക്കപ്പം മറുപടി കൊടുക്കാൻ പറ്റിയില്ല, പറ്റാത്തത് കൊണ്ടല്ല, മറിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ അള്ളാഹുവിനോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം ഈ മക്കൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാം, ഉമ്മ അത് തരുമോ, അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ ഉമ്മ പറഞ്ഞു തരാൻ പറ്റില്ല, അത് അത്ര ശരിയാവില്ല, ഇങ്ങനെ കുറേ എക്സ്ക്യൂസ് പറയുമ്പോൾ മക്കൾ വിടൂല അല്ലേ, പ്ലീസ് പ്ലീസ് എന്ന് പറയും. അപ്പോൾ പറയും, നമ്മ പറയണേ ഞാൻ ഉപ്പാനോട് ചോദിക്കട്ടെ പറയും, അല്ലേ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ പോലെ ഇരിക്കട്ടോ. അങ്ങനെ ഉപ്പാനോട് ചോദിച്ചു, ഉപ്പ അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെയല്ല, പിന്നെ വലിയ ആർഗ്യുമെന്റ്സ് ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ, അല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ, അത് ഡിപ്പെൻസ്. വലിയ ആർഗ്യുമെന്റ്സ് ഉണ്ടാവില്ല, കാരണം ഇത് ഉമ്മാൻ്റെ അടുത്തുനിന്ന് വന്നതല്ല, ഇത് അപ്പുറത്തുനിന്ന് വന്നതാണെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. എന്ത് ചെയ്യുന്നു, പിന്നെ ഉമ്മാനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അങ്ങനെ ഉണ്ടാവുമല്ലോ. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമായി കോംപ്രമൈസിന് തയ്യാറായി കഴിഞ്ഞില്ലെങ്കിൽ അപ്പം വീണ്ടും ചോദ്യങ്ങളും പുതിയ ആർഗ്യുമെന്റ്സുകൾ ഉന്നയിക്കാം, അല്ലെങ്കിൽ പുതിയ റിക്വസ്റ്റുകൾ വെക്കാം, ഓഫറുകൾ വെക്കാം. എന്നാൽ അള്ളാഹു പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ പിന്നെന്തില്ല, അതിൽ വേറൊരു ചോദ്യത്തിന് അല്ലെങ്കിൽ പിന്നൊരു വാദത്തിന് ഒരു സ്കോപ്പില്ല. അതിനു വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞത്, അള്ളാഹു എന്ത് പറയുന്നു നോക്കട്ടെ. എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതിനെക്കുറിച്ച് സംശയം ഇല്ലാത്തത് കൊണ്ടല്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരുമ്പോൾ, അപ്പോൾ നബിക്ക് ഇത്രയും ഓഫർ കൊടുത്തല്ലോ. ശരിക്ക് സെയ്ദ് കുത്തുബ് ഇതിനെ വിലയിരുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തൊരു സ്ട്രാറ്റജിയെക്കുറിച്ച്. ഈ പ്രോഫറ്റിക് സ്ട്രാറ്റജി എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ ചില സമ്മിറ്റുകളൊക്കെ നടക്കാറുണ്ട് പ്രോഫറ്റിക് സ്ട്രാറ്റജിനെ കുറിച്ചിട്ട്. ഇപ്പം മലേഷ്യയിൽ ജൂലൈയിൽ ഒരു സബ്മിറ്റ് നടക്കുന്നത്, തുർക്കിയിലൊക്കെ നടന്നത് പ്രോഫറ്റിക് സ്ട്രാറ്റജി സമ്മിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമെങ്കിൽ ഒരാൾക്കൂട്ടത്തെ സൃഷ്ടിക്കലാണ് നബിയുടെ ലക്ഷ്യങ്ങൾ. ഇപ്പം നമുക്ക് മുസ്ലിങ്ങളുടെ പ്രത്യേകത ചില ആൾക്കൂട്ടുണ്ട്, വലിയൊരു ആൾക്കൂട്ടുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതായിരുന്നു നബിയുടെ ലക്ഷ്യമെങ്കിൽ നബിക്ക് വളരെ ഈസി ആയിരുന്നു. വെറുതെ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നും സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് അതിനുള്ള സ്കോപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായിരുന്നല്ലോ. അതാണ് ആളുകൾ ഭയന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കുടുംബപരമായിട്ട് കുടുംബ മഹിമയുണ്ട്, ഖുറൈശി കുടുംബമാണ്, കുലീന കുടുംബമാണ്. ഖുറൈശികൾ അറബികൾക്ക് മൊത്തം ആക്സെപ്റ്റബിൾ ആയ ആളുകളാണ്. സൂറത്തുൽ ഖുറൈശി നമ്മൾ കുറച്ചും കൂടെ പഠിക്കും. അതിലെ ഏറ്റവും ഉന്നതനായ മുഹമ്മദ് കല്യാണം കഴിച്ച ആരെയാ? അറബികളിലെ തന്നെ ഏറ്റവും ധനാഢ്യയായ ഖദീജ ബിവിയെ കല്യാണം കഴിച്ചത്. ഇങ്ങനെ പല അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നു. വേണമെങ്കിൽ നബിക്ക് എന്ത് ചെയ്യായിരുന്നു, അന്ന് തന്നെ റോമും പേർഷ്യയും ഒക്കെ നിലവിലൊരു കാലഘട്ടമാണല്ലോ, ഏകാധിപതികൾ ലോകം ഭരിക്കുന്ന കാലഘട്ടം. ചരിത്രത്തിൽ പല ഏകാധിപതികളും ചെയ്ത പോലെ വേണമെങ്കിൽ ഹിറ്റ്ലറൊക്കെ ചെയ്ത് നോക്കാം. ജനാധിപത്യത്തിൻ്റെ ഒക്കെ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണം പിടിച്ചെടുക്കും, പിന്നെ ഏകാധിപത്യത്തിലേക്ക് മാറുന്ന ആളുകളുണ്ടാവും, അല്ലേ? പല സ്ഥലത്തും നിങ്ങൾ നോക്കിക്കോ, ഈ ആളുകളെ പലരും വരുതി കയറുന്ന എന്തിൻ്റെ പേരില? അവരുടെ അധികാരത്തിൻ്റെ ബലത്തിലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമെങ്കിൽ ഈ ഓഫറൊക്കെ വന്നല്ലോ, ഓഫർ കിട്ടി,
ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യാം? അവരൊക്കെ ആദ്യഘട്ടത്തിൽ വശീകരിച്ചുകൊണ്ട് അറബ് ദേശീയത പറഞ്ഞോ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? ആണ് അവർ ഭയങ്കര വികാര ജീവികളായിരുന്നു അറബികൾ. അങ്ങനെയല്ലോ, വൈകാരികമായിട്ട് വംശപരമായിട്ടുള്ള ഔന്നത്യത്തിലൊക്കെ വിശ്വസിച്ചൊരു വിഭാഗമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നബിക്ക് എന്ത് ചെയ്യാം? അവരൊക്കെ ഒരുമിച്ച് കൂട്ടി നബി ഭയങ്കര ഒരു ഫിഗറായി മാറി, വലിയൊരു നേതാവായി മാറി. പിന്നെ ബലാത്കാരത്തിലൂടെയോ ഒക്കെ എന്ത് ചെയ്യാം? ഈ സമൂഹത്തെ ദീനിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഈ 13 വർഷത്തെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാലോ, അല്ലേ? ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്നാലോ 13 കൊല്ലം പണിയെടുത്തിട്ട് കിട്ടിയ ചെറിയൊരു സംഘമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു സ്ട്രാറ്റജിക്ക് പോയില്ല. സ്ട്രാറ്റജി എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ബേസ് എന്താന്നുള്ളത് ക്ലിയർ ചെയ്യണം, ഇതിന്റെ അടിസ്ഥാനം എന്താന്ന് ക്ലിയർ ചെയ്യണം. ഇത് ക്ലിയർ ചെയ്യാതെ ഒരു സമൂഹത്തെ വളർത്തിയെടുത്താൽ ആ സമൂഹത്തിന്റെ അടിത്തറ തന്നെ എന്ത് ചെയ്യും? അല്ലെ, ആ സമൂഹത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും. എന്ന് മാത്രമല്ല, ആ സമൂഹത്തിന് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ നിർമ്മിക്കാൻ സാധ്യവുമല്ലെന്നൊരു തിരിച്ചറിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഓഫറൊക്കെ കിട്ടിയപ്പോൾ നബി തീരുമാനിച്ചെന്താ? എനിക്കതൊന്നും വേണ്ട. എന്താ വേണ്ടത്? ഞാൻ മുമ്പോട്ട് പോകുന്ന വഴി എന്നുള്ളത് നന്മയുടെ വഴിയാണ്. അതിന് അടിസ്ഥാനം എന്നുള്ളത് അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസമാണ്. എന്ന് മാത്രമല്ല തൗഹീദാണ്. അപ്പോൾ ഈ സൂറ നമ്മൾ പഠിപ്പിക്കുന്ന പ്രധാന പാഠം എന്താണോ? ഒരാൾ ദീനിലേക്ക് കടന്നു വരുമ്പോൾ എത്രമാത്രം അവർ ഇതുവരെ പിന്തുടർന്നു വരുന്ന അല്ലെങ്കിൽ ജാഹിലിയത്തിന്റെ എല്ലാവിധ എന്താണ് ജാഹിലിയത്തിന്റെ ഏത് ചെറിയൊരു കണികയാണെങ്കിലും ജാഹിലിയത്തിന്റെ ഒരംശം പോലും ജീവിതത്തിലോ നടപടിക്രമങ്ങളിലും ഉണ്ടാവാൻ പാടില്ല എന്ന വലിയൊരു മെസ്സേജാണ് എന്ത് ചെയ്യുന്നത് ഈ സൂറ നമുക്ക് നൽകുന്നത്. ഈ സൂറയുടെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം അതാണ്. ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അതെത്രമാത്രം അവന്റെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടതുണ്ട്. ജാഹിലീയത്തിന്റെ അല്ലെങ്കിൽ തിന്മയുടെ ഷിർക്കിന്റെ ഒരു കണിക പോലും ഇല്ലാതെ എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഈ സൂറ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാന പാഠം. അതാണ് ഞാൻ ആ സ്ട്രാറ്റജി പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബേസ് കിട്ടിയ ഒരു സമൂഹത്തിന്റെ പ്രത്യേകത എന്താണ്? നെയിം സിദ്ദീഖി മുഹമ്മദ് ബെനിഫാക്ടർ ഓഫ് ഹ്യൂമാനിറ്റി എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. നബിയുടെ കൂടെ മക്കയിൽ ഉണ്ടായിരുന്ന സംഘം എത്രയാണെന്നറിയോ? അദ്ദേഹം പറയാണ്, നിങ്ങൾ വായിച്ചു, ഉറുദുവിൽ ആണ് ഇത് എഴുതപ്പെട്ടത്, മലയാളത്തിലാണ് മുഹമ്മദ് മാനുഷികത്തിന്റെ വിമോചകൻ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അറൌണ്ട് 40 ആളുകളാണ് നബിയുടെ കോർ ടീം. പക്ഷേ ഈ 40 ആളുകളുടെ പ്രത്യേകത എന്താ? പിന്നീട് ഇസ്ലാം വലിയ രാഷ്ട്രമായി വല്ലാതെ വളർന്നു. നമ്മൾ സൂറത്തുൻ നസ്റിലൊക്കെ പഠിച്ചല്ലോ. ഈ സംഘത്തെക്കാൾ ശക്തിയുള്ളൊരു സംഘമായിരുന്നു ഈ ചെറിയ സംഘം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റിയേക്കാൾ എന്താ വേണ്ടത്? ക്വാളിറ്റി ഉള്ള ഒരു സൊസൈറ്റിയെ നമുക്ക് നിർമ്മിക്കാൻ കഴിയേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് ഇസ്ലാമിക സമൂഹത്തിൽ ലോകത്ത് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറയിൽ പോയിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാം. സ്ക്രീൻ ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ കാഫിറൂൻ. എന്താണ് കാഫിറൂൻ എന്ന വാക്കിന്റെ അർത്ഥം? എന്താ? സത്യനിഷേധികൾ, അല്ലെ? സത്യനിഷേധികൾ, സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾ. സൂറത്തുൽ കാഫിറൂൻ. ഓക്കെ, ഒരാൾ ട്രാൻസ്ലേഷൻ വായിക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ വായിക്കുക? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഖുൽ പറയുക, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഖുൽ സേ അയ്യുഹൽ കാഫിറൂൻ, ഓ അൺബിലീവേഴ്സ്, അല്ലെ? പറയുക കാഫിരീങ്ങളെ. ഇപ്പൊ നമുക്ക് കാഫിരീങ്ങൾ എന്ന് പറയാം. അതൊരു കേൾക്കുമ്പോൾ ചിലപ്പം അതൊരു അങ്ങനെ പ്രയോഗത്തിന്റെ ഉദ്ദേശം എന്താ നമുക്ക് മനസ്സിലാക്കാം. അതിനെന്താ പറയുന്നത്? ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഇത് അറബിയുടെ ഒരു സൗന്ദര്യം ബോധ്യപ്പെടുത്തുന്ന ഒരു വചനമാണ്. എന്താ പറയുന്നത്? ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. എന്താ അർത്ഥം? I do not worship those that you worship. അല്ലെ?
നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിനെ ഞാൻ ഇബാദത്ത് ചെയ്യുന്നില്ല. ട്രാൻസ്ലേഷൻ വായിച്ചാൽ നമുക്ക് ഇതിന്റെ കറക്റ്റ് മീനിങ് കിട്ടൂല. നമുക്ക് അതിന്റെ ഒരു ഭാഷാപരമായ സൗന്ദര്യം പഠിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ പറയുന്നത് എന്താ? വല അൻതും ആബിദൂന മാ അഅബുദ്. Neither do you worship him whom I worship. വല അൻതും ആബിദൂൻ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരല്ല. മാ അഅബുദ്, ഞാൻ ഇബാദത്ത് ചെയ്യുന്നതിനെ. വല അന ആബിദും മാ അബദ്തും, Nor will I worship those whom you have worshipped. വല അന, ഞാൻ ഇബാദത്ത് ചെയ്തവനല്ല. മാ അബദ്തും, നിങ്ങൾ ഇബാദത്ത് ചെയ്തതിനെ. വല അൻതും ആബിദൂന മാ അഅബുദ്, സോറി, വല അൻതും ആബിദൂന മാ അഅബുദ് ലക്കും ദീനുക്കും വലിയ ദീൻ. എന്താ? ലക്കും ദീനുക്കും വലിയ ദീൻ. To you is your religion, and to me my religion. ആ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം. ദീനിന് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എന്റെ ദീൻ, അല്ലെ? വാക്ക് മനസ്സിലാക്കണം. ഖുൽ, പറയുക. യാ അയ്യുഹൽ കാഫിറൂൻ, ഓ ഡിസ്ബിലീവേഴ്സ്. ലാ അഅബുദു, ഞാൻ ഇബാദത്ത് ചെയ്യുന്നില്ല. മാ തഅബുദൂൻ, നിങ്ങൾ ഇബാദത്ത്. ലാ അഅബുദു എന്ന് വെച്ചാൽ ഞാൻ ഇബാദത്ത് ചെയ്യുകയില്ല. മാ തഅബുദൂൻ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിനെ. അബദ യഅബുദു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇയ്യാക നഅബുദു പഠിച്ചിരുന്നു. ഇബാദത്ത് ചെയ്യുക, അല്ലെ? വല അൻതും, നിങ്ങളുമല്ല. ആബിദൂൻ, ഇബാദത്ത് ചെയ്യുന്നവർ. മാ അഅബുദു, ഞാൻ ഇബാദത്ത് ചെയ്യുന്നതിനെ. വല അന, വല and not അന, I am ആബിദ്, എ worshipper. ആബിദ് എന്നാണ് എന്ത്? ഇബാദത്ത് ചെയ്യുന്നതിന് പറയാം. അബദ, ഇബാദത്ത് ചെയ്തു. ആബിദ്, ഇബാദത്ത് ചെയ്യുന്നവൻ. മാ, of what അബത്തും, you worship. വല and not അൻതും, you are ആബിദൂൻ, worshippers. മാ അഅബുദ്, of what I worship, അല്ലെ? ആബിദ് ഇബാദത്ത് ചെയ്യുന്നവൻ, ആബിദൂൻ ഇബാദത്ത് ചെയ്യുന്നവർ. ലക്കും, for you, ദീനുക്കും, your religion, വലിയ ദീൻ, and for me is my religion. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആശയം മനസ്സിലാക്കാം. അള്ളാഹു പറയുന്നത് എന്താ? ഫസ്റ്റ് കാഫിറൂൻ. കാഫിർ എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മള് ഇതുവരെ ഉള്ള ആയത്തുകൾ കടന്നു പോയിട്ടില്ല. കാഫിർ എന്ന് പറഞ്ഞാൽ നിഷേധം നമ്മൾ മനസ്സിലാക്കും. എനിക്കൊരു കഫറ എന്ന് പറഞ്ഞ അർത്ഥം എന്ന് വെച്ചാൽ മറച്ചു വെച്ചു എന്നാ, അല്ലെ? കഫറ എന്താ അർത്ഥം? രണ്ടർത്ഥം ഖുർആൻ കൊടുത്തിട്ടുണ്ട് കഫറ. ഒന്ന് നിഷേധിക്കുന്നതിനും മറച്ചു വെക്കുന്നതിന്റെ ബേസിക് അർത്ഥം. അത് മനസ്സിലാക്കണമെങ്കിൽ സൂറത്തുൽ ഹദീദിൽ അള്ളാഹു പറയുന്നുണ്ട്, അജബൽ കുഫാറ നബാത്തുഹു, അതായത് കുഫാരിങ്ങൾക്ക് അവരുടെ വിളകൾ അത്ഭുതപ്പെടുത്തി. ഇവിടെ അപ്പൊ കുഫാറിന്റെ അർത്ഥം എന്താ? കുഫാറിന്റെ അർത്ഥം എന്താ? കേട്ടില്ല? കൃഷിക്കാരൻ, കർഷകന് പറയുന്ന പേരാണെന്ത്? കുഫാർ. അതായത് 20-ാമത്തെ ആയത്ത് ഹദീദില് ഈ ദുനിയാവിന്റെ ഒരു ഉദാഹരണം പറയും. ദുനിയാവിനെ കുറിച്ച് അലമു, നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തു ദുനിയ ലഅബും വലഹു, ദുനിയാവേ കളിതമാശകൾ മാത്രമാണ്, ദുനിയ ഈസ് നത്തിങ് എന്ന് ബോധ്യപ്പെടുന്നിടത്തിൽ അള്ളാഹു പറയാണ്, അഅജബൽ കുഫാറ നബാതുഹു കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു. കുഫാരിങ്ങളെ, കാഫിറിന്റെ ജമാണെന്ത്? കാഫിറൂൻ അല്ലെങ്കിൽ കുഫാർ. വിളകൾ അത്ഭുതപ്പെടുത്തി. ഇവിടെ കർഷകനാ. കർഷകന്റെ പ്രത്യേകത എന്താ? വിത്തിനെ മറച്ചു വെക്കുന്നവനാണ് കർഷകൻ, അല്ലെ? ഇപ്പൊ എന്നർത്ഥത്തിലാണ് അഅജബൽ കുഫാർ നബാ, സൂറ ഹദീദ് 20-ാമത്തെ ആയത്തില്. പിന്നെ അപ്പൊ കഫറാന്റെ പ്രത്യക്ഷ അർത്ഥം എന്ന് വെച്ചാല് ഹൈഡ് ചെയ്യുക, മറച്ചു വെക്കുക. അപ്പൊ ഹൈഡ് ചെയ്യണമെങ്കിൽ ചെയ്യപ്പെടുന്ന എന്തോ സംഗതി ഉണ്ടാവുമല്ലോ, അല്ലെ? ചെയ്യപ്പെടുന്ന എന്തോ സംഗതി ഉണ്ടാവുമല്ലോ, ഒന്നിനെ മറച്ചു വെക്കുകയാണല്ലോ. അപ്പൊ അത് പ്രധാനമാണ്. ഒരു സംഗതി ഉണ്ടായിരിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഹൈഡ് ചെയ്യുക, ഇല്ലാത്തതിനല്ലല്ലോ. ഓക്കെ, അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇപ്പൊ ഖുർആനിൽ മുഅ്മിനെ കുറിച്ച് കാഫിർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണെന്നറിയോ? അത് സൂറത്തുൽ ബഖറയില് ആയത്തുൽ കുർസിന് ശേഷം തൊട്ടുടനുള്ള ആയത്തിലെ ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലാത്കാരമില്ല, ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്യ്, അല്ലെ?
സന്മാർഗവും ദുർമാർഗവും എന്ത് ചെയ്തിരിക്കുന്നു? നന്മയുടെ തിന്മയുടെ വഴി വളരെ വ്യക്തമായിരിക്കുന്നു. ഫമൻ യക്ഫുർ ബിത്വാഗൂത്ത് കഫറ യക്ഫുറു. ത്വാഗൂത്തിന് ഒരാൾ കുഫർ ചെയ്തു. എന്താണ് അർത്ഥം? എന്താ? ഇസ്ലാമേതരമായിട്ടുള്ള ശക്തികളും വ്യവസ്ഥകളും ഒക്കെ ഉണ്ടാവും. ഇതിനെ കുഫ്രിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ? മറച്ചു വെക്കും. മറച്ചു വെക്കുക. അപ്പൊ മറച്ചു വെക്കണം എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ദീന് അറിയാതെ ഒരാള് ദീനിനെ നിഷേധിക്കുകയാണെങ്കിൽ അവന് കാഫിർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നേരെ മറുവശം നോക്ക്. നിങ്ങൾ വേറെ ഇസത്തെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിനെ നിഷേധിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് പറയാം? അപ്പൊ എന്ന് പറഞ്ഞാല് താഗൂത്തിന്റെ വ്യവസ്ഥകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിഷേധിക്കുകയാണെങ്കിൽ ഫമൻ യക്ഫുർ ബിത്വാഗൂത്ത് വയുമിൻ ബില്ലാഹ്, എന്നിട്ട് അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുകയാണ്, ഫഖദ് ഇസ്തംസക ബിൽ ഉറവത്തിൽ ഉസ്ഖ, നിങ്ങൾ ബലിഷ്ഠമായ പാശത്തെ മുറുകെ പിടിച്ചു. ലം ഫിസാമ ലഹ, ഒരാൾക്കും പൊട്ടിച്ചെറിയാൻ പറ്റൂല. ആ പറഞ്ഞ ശരിയല്ലേ? അതായത് പലപ്പോഴും എത്തിയിസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റു പുരോഗമനവാദികളോ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അതിലെന്തോ കാര്യമുണ്ടല്ലോ അല്ലേ, ചിലപ്പോ അതിലെന്തോ ശരിയുണ്ടല്ലോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആ ഇസങ്ങളെ കുറിച്ച് അറിയാത്തതുകൊണ്ടാ. അതിനെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് നിരാകരിക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു യഖീൻ നമുക്ക് കിട്ടും അല്ലെ ദീനിന്റെ കാര്യത്തിൽ. ദീനിനെ അറിയും മറ്റേ അറിയാം. അപ്പോൾ ആ അർത്ഥത്തിലാണ് അവിടെ എന്ന് പറഞ്ഞ കഫറ എന്ന വീട് ഉപയോഗിച്ച കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രത്യക്ഷ അർത്ഥം അങ്ങനെയാണ്. പക്ഷെ ഇതിന്റെ ഖുർആനിൽ ഉപയോഗിച്ച ആശയപരമായിട്ടുള്ള അർത്ഥത്തിലേക്ക് വരുമ്പോൾ രണ്ടർത്ഥങ്ങളാണ് വരിക. ഒന്ന് കഫറ എന്ന് വെച്ചാൽ കാഫിർ, സത്യത്തെ നിഷേധിക്കുന്നവൻ. വേറെന്താ അർത്ഥം അറിയോ? ശുക്രിന്റെ ഓപ്പോസിറ്റ് ആണ് കുഫർ. ഈ രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താ? നന്ദിയുള്ളവ അല്ലെ. അപ്പം ഖുർആനിൽ ഞാൻ 1-2 ഉദാഹരണം പറയാം. സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ വ ഇമ്മാ കഫൂറാ. നിങ്ങൾക്ക് 2 വഴി കാണിച്ചു തന്നു കേട്ടോ. ഒന്നുകിൽ യു ക്യാൻ ബി ഗ്രേറ്റ്ഫുൾ ഓർ യു ക്യാൻ ബി അൺഗ്രേറ്റ്ഫുൾ. യു ക്യാൻ ബി ഗ്രേറ്റ്ഫുൾ ഓർ യു ക്യാൻ ബി അൺഗ്രേറ്റ്ഫുൾ അല്ലേ. 2 വഴി കാണിച്ച ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നന്ദിയുള്ളവരാകാം അല്ലെങ്കിൽ നന്ദി കെട്ടവരാകാം. അപ്പോൾ ഇവിടെ അൺഗ്രേറ്റ്ഫുൾ എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാനാണ് എന്ത് പറഞ്ഞത്? കഫർ എന്ന് ഉപയോഗിച്ചേ. സൂറത്തുൽ ലുഖ്മാൻ അല്ലാഹു പറയുന്നുണ്ട്, വഖാൽ ലുഖ്മാൻ ഇബ്നിഹി വലഖദ് ആതൈന ലുഖ്മാനൽ ഹിക്മത അനിഷ്കുർ ലില്ലാഹ് ഫമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുർ ലിനഫ്സിഹി. നന്ദി കാണിക്കുന്നത് സ്വന്തത്തോടെ നന്ദി കാണിക്കുന്നത്. വമൻ കഫറ, അവിടെ കഫറയുടെ അർത്ഥം എന്താ? നന്ദികേട് കാണിക്കുക അല്ലേ. അപ്പൊ നമുക്ക് ഈ 2 മീനിങ് ആണ് പ്രധാനം. സത്യത്തെ നിഷേധിക്കുന്നതിനെ കുറിച്ചും നന്ദികേട് കാണിക്കുന്നതിനെ കുറിച്ചുമാണ്. ശരിക്ക് സത്യനിഷേധം എന്നുള്ളത് ഏറ്റവും വലിയ നന്ദികേടാണ് അല്ലേ. സത്യനിഷേധം എന്നുള്ളതാണ് ഏറ്റവും വലിയ നന്ദികേടാണല്ലോ. അങ്ങനെ നമുക്ക് അതിനെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. അപ്പൊ ഇവിടെ കാഫിറൂൻ എന്ന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടത്, ഒന്ന് ഈ ദീനിനെ മനസ്സിലാക്കിയിട്ട് ഈ ദീനിനെ അറിയാൻ സൗഭാഗ്യം കിട്ടിയിട്ട് അതിനെ നിഷേധിക്കുന്ന ആളുകൾ. രണ്ടാമത്തെ ആരാണ്? സൃഷ്ടാവായ റബ്ബിനോട് നന്ദിയില്ലാത്ത ആളുകൾ അല്ലെ. ഇന്നൽ ഇൻസാന റബ്ബിഹി ലകനൂദ് അല്ലെ, നന്ദിയില്ലാത്ത ആളുകൾ. ഈ 2 ഒരു പ്രയോഗം നമുക്ക്. അപ്പോൾ അത് ആ അർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ ഇതിൽ വേറെ വിഷയം എന്താണോ, ഇതിൽ എൻ്റെ ജീവിതത്തിൽ കുഫർ ഇല്ല എന്ന് ഉറപ്പുള്ള ആളുകൾ എത്ര പേരുണ്ടാവും? എൻ്റെ ജീവിതത്തിൽ ഒട്ടും കുഫറില്ല എന്നുള്ളത് അല്ലാതെ ചോദ്യമാണ്. നമ്മൾ ഖുർആൻ സ്റ്റഡിയിൽ വന്നിരിക്കുന്നു, ഖുർആൻ പഠിക്കുന്നു അല്ലേ, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടോ? ശരിക്കും നമ്മൾ അതും ചെക്ക് ചെയ്യണം. ഇപ്പം നമ്മളിതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആരെക്കുറിച്ചോ പറയുന്നതിനേക്കാൾ നമ്മളിലേക്ക് ചില ഒരു തിരിഞ്ഞു നോട്ടം, അതിന് നമുക്കിത് ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് വരാം. അപ്പം അല്ലാഹു പറയുന്നത്, ഖുൽ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ കുഫാരിങ്ങളെ, നിഷേധികളെ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ആരെയാ വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തെ നിഷേധിക്കുന്ന എല്ലാ ആളുകളെയുമാണ്. അത് ഞാൻ അടിവരയിട്ട് പറഞ്ഞു. ഈ സൂറയുടെ
ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? കുഫറിന്റെ എല്ലാ വഴികളിൽ നിന്നും മാറിയിട്ട് എന്ത് ചെയ്യണം? സത്യത്തിന്റെ മാർഗത്തിലേക്ക് വിശ്വാസികൾ പൂർണ്ണമായിട്ട് വരേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ഒറ്റ പ്രയോഗം പറഞ്ഞാൽ, അതായത് അവിശ്വാസികളുടെ ആരാധനകളിൽ നിന്നും അവരുടെ എല്ലാവിധ ഇടപാടുകളിൽ നിന്നും മാറിയിട്ട് എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് അള്ളാഹുവിലേക്ക് സമർപ്പിക്കണം. ഒരു ഹദീസ് സൂചിപ്പിച്ചാൽ, ഞാൻ സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിക്കാൻ സൂചിപ്പിക്കുന്നത് എനിക്കറിയില്ല. എനിവേ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഒരാൾ വരുന്നുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ ഹബീബെ, ഞാൻ യശസ്സിന് വേണ്ടി ദാനം ചെയ്യുന്നു, അള്ളാഹു സ്വീകരിക്കുമോ? ഇല്ല. അപ്പം ആളുകൾ കാണിക്കുന്ന ഉദ്ദേശമുണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തിയും ആഗ്രഹിക്കുന്നു, അള്ളാഹു സ്വീകരിക്കില്ല. ഇന്നല്ലാഹ ലാ യഖ്ബലു ഇല്ലാ മൻ അഖ്ലസ ലഹു. അള്ളാഹു സ്വീകരിക്കുന്നത് മാത്രമാണ് പടച്ചവന് വേണ്ടി മാത്രമുള്ള അമലുകളാണ്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ റബ്ബിന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ എത്രയുള്ളത് അല്ലേ? അതാ പറയുന്നത്. അങ്ങനെ തൗഹീദിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തെ ഒരു സംഗതി, സൂറത്തുൽ ബഖറയിൽ അള്ളാഹു യഹൂദികളെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്താണോ? യഹൂദികളുടെ പ്രത്യേകത എന്നുള്ളത്, അവര് വേദഗ്രന്ഥത്തെ നിഷേധിച്ചവര്. ഇപ്പൊ തൗറാത്തിനെ യഹൂദികൾ നിഷേധിച്ചിരുന്നോ? ഇല്ല. പിന്നെ അവർക്ക് പറ്റിയെന്താ? തൗറാത്തിലെ അവർക്ക് ഇഷ്ടമുള്ള ഭാഗം സ്വീകരിക്കുന്നു, ഇഷ്ടമില്ലാത്ത ഭാഗം ഒഴിവാക്കുന്നു. അല്ല, അങ്ങനെയുണ്ടല്ലോ, കംഫർട്ട് സോണിൽ മാത്രം നിൽക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. എനിക്ക് കംഫർട്ടായ ഇതിൽ മാത്രം ഞാൻ ദീനെ ഫോളോ ചെയ്യും. അതുകൊണ്ട് അള്ളാഹു ചോദിച്ചെന്താ? അഫതുമിനൂന ബിബഅദിൽ കിതാബ്. ഇപ്പം നമുക്ക് നമ്മളെ കുറിച്ച് തോന്നുന്നുണ്ടാണോ? ഞാൻ കമ്പാരിറ്റീവ്ലി ആളുകൾ നോക്കുമ്പോൾ, ഞാൻ ഈ സുബഹിന്റെ സമയത്ത് ഖുറാൻ സ്റ്റഡിയിൽ വരുന്നുണ്ട്. നമ്മൾ എത്തിച്ചവനാര്? അള്ളാഹു ആണ്. ഖുറാൻ പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കാനുള്ള കഴിവും ഇൽമും തന്ന ആരാണ്? അള്ളാഹു മാത്രമാണ്, അല്ലേ? അപ്പൊ നമുക്ക് കമ്പാരിറ്റീവ്ലി ഞാൻ ബെറ്റർ ആണ്. ബാക്കിയുള്ളവരെ നോക്കുമ്പോൾ ഞാൻ ബെറ്റർ ആണല്ലോ. അപ്പോൾ ഞാൻ അള്ളാഹിന്റെ അടുക്കൽ എത്തിയാൽ ഞാൻ കുറച്ചും കൂടി എന്തായിരിക്കും? ബാക്കിയുള്ളവരെക്കാൾ ഉന്നതനായിരിക്കും എന്ന് നമുക്ക് തോന്നും കേട്ടോ. പക്ഷെ അത് തോന്നിപ്പിക്കും. സയ്യിൻ ലഹും ഷൈത്വാൻ അമാലു. പക്ഷെ അള്ളാഹു പറയുന്നത് എന്താണോ? അള്ളാഹു പറയുന്നത്, നിങ്ങൾ വേദഗ്രന്ഥത്തിന്റെ ഒരു ഭാഗത്തെ സ്വീകരിക്കുന്നു, മറുഭാഗത്തെ നിങ്ങൾ നിഷേധിക്കുന്നു. തുഅ്മിനൂന ബിബഅദിൽ കിതാബ്, അത് അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ജീവിതത്തിന്റെ പല കാര്യങ്ങളിലും വിശുദ്ധ ഖുർആൻ നമ്മളെ ഏൽപ്പിച്ച ദൗത്യ നിർവഹണത്തിന് നമുക്ക് ഇറങ്ങാൻ നമ്മൾ റെഡിയല്ല. വി ആർ നോട്ട് റെഡി. നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. അള്ളാഹു പറയുന്നതാണോ? ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തിദ് ദുനിയ. അങ്ങനെയുള്ള ആളുകൾ, അതായത് ഇപ്പൊ നമുക്ക് ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ അള്ളാഹു അവസരം തന്നല്ലോ, ഇതിലേക്ക് എത്തിച്ചിട്ട് നമ്മൾ ഇത് സ്വീകരിക്കുന്നില്ലെങ്കിൽ അവസ്ഥ എന്താ? ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തിദ് ദുനിയ. ദുനിയാവിൽ നമുക്ക് അപമാനം ഉണ്ടാവാം. വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദിൽ അദാബ്. പരലോകത്തോ കഠിനമായ ശിക്ഷ നമുക്കുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ, ശരിക്കും മുസ്ലിം ഉമ്മത്തിന്റെ ഈ ഒരു അധപ്പതനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വേദഗ്രന്ഥത്തോട് കാണിക്കുന്ന നമ്മുടെ സമീപനം, അല്ലെ? കിതാബിന്റെ ഒരു ഭാഗം വിശ്വസിക്കുന്നു, വതക്ഫുറൂൻ, അവിടെ കുഫറ പറഞ്ഞത്. ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നിഷേധിക്കുന്നു. അപ്പൊ നമ്മൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുമ്പോൾ അത് നമ്മളിലേക്ക് കൂടി ഒന്ന് തിരിച്ചു വെച്ച് ആലോചിക്കുന്നത് നന്നാവെന്നാണ് അതിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. ഇൻഷാ അല്ലാഹ്. എന്നെ അള്ളാഹു പറയുന്നത് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഇത് ഭയങ്കര സൗന്ദര്യമുള്ള ഒരു പ്രയോഗമാണ്. ലാ അഅ്ബുദു, നിങ്ങൾക്ക് അറബി അറിയുന്ന ആൾക്ക് മനസ്സിലാവും. അബദ യഅ്ബുദു എന്ന് വെച്ചാൽ ഇബാദത്ത് ചെയ്യുക, അല്ലേ? ഈ യഅ്ബുദു അബദ മാലിയാണ്. യഅ്ബുദു മുലാരിഉം. മുലാരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് കാലത്തെ വരാ? അതാണ് പ്രസന്റും ഫ്യൂച്ചറും. പ്രസന്റും ഫ്യൂച്ചറും. പ്രസന്റ് കറക്റ്റാണ്, ഫ്യൂച്ചറും വരും. ഇത് രണ്ടും മുലാരിയാ വരിക കേട്ടോ. ഓക്കെ. അപ്പൊ അതില് അഅ്ബുദ് എന്ന് പറഞ്ഞാൽ അർത്ഥം, അഅ്ബുദ് എന്താ അർത്ഥം? ആര് ഇബാദത്ത് ചെയ്യുന്ന? ഞാൻ, അല്ലെ? ഞാൻ. അപ്പൊ ശരിക്കും പ്രസന്റ് ഫ്യൂച്ചർ അർത്ഥം വരും. പക്ഷെ ഇവിടെ ഒരു സൗന്ദര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമാം സമഖ്ശരി കശാഫിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ലാ അഅ്ബുദു എന്ന വാക്കിന്റെ അർത്ഥം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉരീദത് ബിഹിൽ ഇബാദത്തു ഫീമാ യസ്തഖ്ബൽ. എന്താ അർത്ഥം എന്നോ? അതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് ഭാവിയെക്കുറിച്ച് പറയാനാണ്. അതായത് മുലാരിന്റെ മുമ്പിൽ, കോംപ്ലിക്കേറ്റഡ് ആവണ്ട, മുലാരിന്റെ മുമ്പിൽ ലാമു വന്നാൽ, ലാന്ന് വന്നു കഴിഞ്ഞാൽ, നഫീന്റെ ലാമു വന്നാൽ എന്താ സംഭവിക്കുക? അതിന്റെ മീനിങ് എന്താ? ഭാവിയെക്കുറിച്ചാണ് പറയുന്നത്.
ഇപ്പൊ ലാ അബുദു അർത്ഥം എന്താ? ഭാവിയെ കുറിച്ചാണെങ്കിൽ ഞാൻ എപ്പോ ഇബാദത്ത് ചെയ്യൂല എന്നാ. ഹലോ, ഭാവി എന്ന് പറയുമ്പോ എന്താ? ഞാൻ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിൽ ഇബാദത്ത് ചെയ്യൂല എന്നാ പറയുന്നത്. ഓക്കെ, ഫ്യൂച്ചറിൽ ഇബാദത്ത് ചെയ്യൂല. لأن لا تدخل إلا على مضارع في معنى استقبال كما أن ما لا تدخل المضارع في معنى الحال. മനസ്സിലായോ? അതായത് لا تدخل إلا على مضارع في معنى الاستقبال. അതായത് ലാമ് മുലാരിയിൽ പ്രവേശിക്കുന്നതിലാണ്. ഇല്ല അല മുലാരിയ ഫി മാനൽ ഇസ്തിഖ്ബാൽ കമാ അന്നമാ ലാ തദ്ഖുൽ ഇല്ല അല മുലാരിയ ഫി മാനൽ ഹാൽ എന്ന് പറഞ്ഞാൽ മാ എന്നത് വാക്കുണ്ടല്ലോ, അത് മുലാരി അമ്മയിൽ പ്രവേശിക്കുന്നത് എന്തിലായിരിക്കും? ഹാലിനെ കുറിച്ച് പറയാനാണ്. ഒരു മീനിങ് ക്ലിയർ ആക്കാനാണെങ്കിൽ ഇത്ര മതി. അതായത് ഇല്ല ആബുദ് അർത്ഥം എന്താണോ? ഞാൻ പ്രസന്റില് ആരെ ഇബാദത്ത് ചെയ്യുന്നത്? അള്ളാഹുവിനെയാണല്ലോ, അല്ലേ? പക്ഷേ ഇൻ ഫ്യൂച്ചറിൽ ഞാൻ ആരെ മാത്രമേ ഇബാദത്ത് ചെയ്യുള്ളൂ? അള്ളാഹുവിനെ മാത്രം. പക്ഷെ മാ നിങ്ങൾക്ക് അറബിയൊക്കെ ഫീൽ ചെയ്യുന്ന മാ എന്ന് പറഞ്ഞാല് നിങ്ങൾ നിലവിൽ ആരെ ഇബാദത്ത് ചെയ്യുന്നത്? അള്ളാഹുവിനെ. നാളെ എന്താവും എന്നുള്ള ആർക്കേ അറിയുള്ളൂ? നിങ്ങൾ മാറിയേക്കാം. നമുക്ക് ആ വാക്കിന്റെ ഒരു സൗന്ദര്യം മനസ്സിലാവാൻ ഞാൻ ഇത് മാത്രം ഒന്ന് വിശദീകരിക്കാം. അതായത് ലാ മുലാരിന്റെ കൂടെ വന്നാൽ ഫ്യൂച്ചർ മീനിങ് വരാം. അപ്പൊ അർത്ഥം എന്താണ്? ഇത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. ലാ ആബുദു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ടല്ലോ, ഭാവിയിൽ ഞാൻ മാറാൻ പോകുന്നില്ല. പക്ഷേ മാ തഅബുദു എന്നാ പറഞ്ഞത്, നിങ്ങൾ പ്രസന്റിൽ ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹുവിനല്ലെങ്കിലും ഭാവിയിൽ നിങ്ങൾക്ക് എന്തിന് സാധ്യതയുണ്ട്? ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട് എന്നൊരു ധ്വനി ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, അതാണ് ലാ മാ എന്നൊക്കെ വരുന്നതിൻ്റെ ഒരു വ്യത്യാസമായിട്ട് ഇമാം സമഖ്ശരി നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വെച്ചാൽ ഈ ഖുർആൻ ഒരിക്കലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുർആൻ ഒരിക്കലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറയാൻ കാരണം എന്താ? ഖുർആന്റെ ഭാഷ എന്നുള്ളത് അറബി ഭാഷയായതുകൊണ്ട് ആ സൗന്ദര്യം ഒരിക്കലും മറ്റൊരു ഭാഷയിലേക്ക് എത്ര എക്സ്പേർട്ടിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പോസിറ്റീവായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആളുകൾ കാണുന്നത്. ഇത്രയും ഞാൻ പ്രബോധനം ചെയ്തിട്ട് നന്നായില്ല എന്നതിനേക്കാൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, അള്ളാഹുവിനല്ലാതെ വേറെ ആരെയും ഇബാദത്ത് ചെയ്യുകയില്ല. എന്നാൽ നിങ്ങളുടെ കാര്യത്തിലോ, നിങ്ങൾ ഇന്ന് അള്ളാഹുവിനല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇനി മാറ്റം ഉണ്ടായേക്കാം എന്നൊരു ധ്വനിയിലാണ്, വളരെ പോസിറ്റീവായ രീതിയിലാണ് ഇതിനെ അള്ളാഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനത്തെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ലാ അബ്ദു മാ തഅബുദൂൻ. എന്റെ വീണ്ടും പറയാണെന്ത്? വല അന, ഞാൻ അല്ല, ആബിദ്, ഞാൻ ആബിദ് ആയിരുന്നില്ല. വല അന ആബിദും മാ അബദ്തും. അല്ലേ? നിങ്ങൾ മുമ്പ് നോക്കി നോക്ക്, മുൻകാലത്ത് നിങ്ങളെ ഇബാദത്ത് അബദ അർത്ഥം വെച്ചാൽ പാസ്റ്റ് ആണല്ലോ, പാസ്റ്റ്. നിങ്ങൾ പാസ്റ്റിൽ ഇബാദത്ത് ചെയ്ത ലാത്തയാവാം, മുസ്സയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യങ്ങളാവാം, ഇതിനൊന്നും ആരും ഇബാദത്ത് ചെയ്തിരുന്നില്ല. ഞാൻ ഇബാദത്ത് ചെയ്തിരുന്നില്ല. വല അന ആബിദുൻ, ഞാൻ ആബിദായിരുന്നില്ല. മ അബത്തും, നിങ്ങൾ ഇബാദത്ത് ചെയ്തതിനെ. പിന്നെ അടുത്തായത് എന്താ പറഞ്ഞില്ല? വല അൻതും ആബിദൂന മാ അഅബുദു. പിന്നെ പറയുന്നത് എന്താ? വല അൻതും ആബിദൂൻ, നിങ്ങളെ ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നില്ല. മാ അഅബുദ് എന്ന് വെച്ചാൽ ഹൂം ഐ വേർഷിപ്പ്. ഇപ്പൊ ഞാൻ പറഞ്ഞു മുലാരിന്റെ കൂടെ മാവ് എന്നാൽ എന്താ അർത്ഥം വരിക? പ്രസന്റ് ആണോ ഫ്യൂച്ചർ ആണോ? പ്രസന്റ്. അപ്പൊ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നില്ല. മാ അഅബുദ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഇബാദത്ത് ചെയ്യുന്നുണ്ടല്ലോ, ആ റബ്ബിനെ നിങ്ങളെ ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നില്ല. എന്റെ വീണ്ടും പറയാണ് വല അന ആബിദും മാ അബത്തും. നേരെ തിരിച്ചും, ഞാന് നിങ്ങളെ ഇബാദത്ത് ചെയ്യുന്നവനെ നേരത്തെ തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇബാദത്ത് ചെയ്യുന്ന ആളായിരുന്നില്ല. അപ്പൊ ഇതിൽ കിട്ടുന്ന കുറെ മീനിങ്ങുകളുണ്ട്. നമുക്കിങ്ങനെ സെയിമായി തോന്നുമെങ്കിലും ഓരോന്നിനും അതിൻ്റെതായ ആശയങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിമ്പിളായി പറയുന്നതാ,
എൻ്റെ ഭൂതകാലം നിങ്ങൾ നോക്ക്. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പം മുതലേ ഈ വിഗ്രഹാരാധനക്കെതിരായിരുന്നു. എൻ്റെ ഭൂതകാലം നിങ്ങൾക്കറിയാം. ഞാൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഭൂതകാലത്ത് പോലും പ്രവാചകനാകുന്നതിന് മുമ്പ് പോലും ഞാൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹുവിനല്ലാതെ വേറെ ആരെ ഇബാദത്ത് ചെയ്തിരുന്നില്ല. അല്ലേ? പ്രസന്റിൽ നിങ്ങൾക്കറിയാം അള്ളാഹുവിനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ എന്തും എന്ത് ചെയ്യുന്നുണ്ട്, എന്ത് വില കൊടുത്തും പടച്ചവന് മാത്രം ഞാൻ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത് പറയുന്നത് എന്താ? ഇനി എൻ്റെ ഭാവിയിലേക്ക് നോക്കിയാലും ഒരിക്കലും ഞാൻ എന്ത് ചെയ്യൂല, ഇതിൽ ഞാൻ മാറൂല. തൗഹീദിൻ്റെ വഴിയിൽ നിന്ന് കടുകിട വ്യതിചലിക്കാൻ എന്ത് ചെയ്യൂല, എന്നെ കൊണ്ട് സാധ്യമല്ല. അപ്പൊ നമ്മൾ ചോദിക്കുന്നത്, ഈ ഇബാദത്ത് ഇത്ര ഗൗരവത്തിൽ പറയാൻ എന്താണ് ഇബാദത്ത്? ഇത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് അറബികളുടെ ജീവിത സാഹചര്യം മനസ്സിലാവണം. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറയാം. ഇപ്പം ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ നമുക്ക് ആ നിയമത്തിൻ്റെ ഈ എന്താണ് പ്രാക്ടിക്കാലിറ്റിയോ ലോജിക്കോ ആ ഡിസ്കഷനിൽ ഇപ്പോൾ വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറയുന്ന അറബികൾക്ക് അബ്ദ് എന്ന് പറയാൻ പെട്ടെന്ന് ക്ലിക്കാവും ഈ ആയത്ത് പറയുമ്പോഴേ. പക്ഷെ നമുക്ക് ക്ലിക്കാൻ പരിമിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അബ്ദിനെ അറിയില്ല, അടിമകളില്ലല്ലോ. അതിലേറ്റവും നല്ല ഇതാണ്, ഇപ്പം ഒരു അടിമ സ്ത്രീയുടെ എല്ലാ കാര്യങ്ങളിലും യജമാൻ എന്നുണ്ട്, അവകാശമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഒരു ജീവിതത്തിൽ ഒരിക്കലും എന്താ പറയുക, അതായത് ഒരു സ്ത്രീയുടെ സ്വകാര്യതയിൽ പോലും യജമാൻ അധികാരമുണ്ടായിരുന്ന ഒരു വ്യവസ്ഥയായിരുന്നു അറബികൾക്കിടയിൽ നിലനിന്നിരുന്നത്. അത് അന്നത്തെ അറബികളുടെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ നിലനിന്നിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, അത് എന്താ അങ്ങനൊക്കെ ഒരു മനുഷ്യനല്ലേ, അല്ലേ? പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇത്തരം വളരെ സ്വകാര്യമായ കാര്യങ്ങളിൽ പോലും യജമാൻ ഇത്രമാത്രം അവകാശം കൊടുക്കുക എന്നുള്ളത്, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സംഗതിയെ ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ, പിന്നെ അതിൻ്റെ ആ സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ചെല്ലാം പറഞ്ഞേ. ആ സാമൂഹിക വ്യവസ്ഥ എന്തായിരുന്നു എന്നതിനേക്കാൾ അബ്ദ് എന്നത് എത്രത്തോളം, അതായത് ഒരു മനുഷ്യൻ്റെ ഇതിൽ എത്രത്തോളം കണക്ട് ചെയ്യുന്ന പ്രയോഗമെന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്തത് ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവും. അള്ളാഹുവിൻ്റെ അബ്ദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അള്ളാഹുവിനെ സബ്മിറ്റ് ചെയ്യുക, കംപ്ലീറ്റ് ലൈഫ് അള്ളാഹുവിനെ സബ്മിറ്റ് ചെയ്യുക. അല്ല, നമ്മൾ പറയണം ഇന്ന സ്വലാത്തി വനുസുക്കി മഹിയ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുർആനിൽ യാ ഇബാദ് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? അള്ളാഹുവിന് പൂർണ്ണമായി സമർപ്പിച്ച ഒരാൾ, അല്ലേ? അള്ളാഹുവിന് പൂർണ്ണമായി സബ്മിറ്റ് ചെയ്ത ഒരാൾ. നമുക്ക് നമ്മുടേതല്ലാത്ത ഒന്നുമില്ല. അതിൻ്റെ ഒരു പോസിറ്റീവ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ പോലും നമ്മളെക്കാൾ അറിയുന്നവൻ, അല്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ പോലും നമ്മളെക്കാൾ അറിയുന്നവനാണ് ആര്? അള്ളാഹു. നമുക്കറിയാവോ? ഇല്ല. നമുക്ക് ധാരണ കുറവുണ്ട്. നമ്മളെക്കുറിച്ച് പോലും നമുക്കറിയില്ല. അല്ല, നമ്മുടെ പരിമിതി മനസ്സിലാക്കുമ്പോൾ അള്ളാഹു നമ്മൾ സബ്മിറ്റ് ചെയ്യാം. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, പിന്നെ ആണോ ഞാൻ ചോദിച്ചിട്ടുണ്ടോന്നല്ലേ, പിന്നെ നിങ്ങളോട് ചോദിക്കുകയാണ്, പിന്നെ നമ്മുടെ ചുറ്റുമുള്ള ഏത് വസ്തുക്കളെ കുറിച്ച് നമ്മൾ പെട്ടെന്ന് പറയും, അല്ലേ? ഇപ്പം ഞാൻ ഈ മൈക്ക് ഉപയോഗിക്കുന്നതിനാ, മൈക്കില്ലാതെ സംസാരിച്ചുകൂടെ? എന്തിനാ? സൗണ്ട് അല്ലേ? ക്ലാരിറ്റി കിട്ടാൻ. പിന്നെ ലൈറ്റ് എന്തിനാ ഉപയോഗിക്കുന്നത്? കുറച്ചും കൂടി വെളിച്ചം അല്ലേ? നിങ്ങൾ പിന്നെ ഫ്രിഡ്ജ് അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ എന്തിനാണ്? അലക്കാൻ, അല്ലേ? ഫാൻ എന്തിനാ? ഞാൻ കഴിഞ്ഞ കുറച്ച് ഓക്കെ. പിന്നെ അപ്പൊ നമുക്ക് ഏതിനെ കുറിച്ച് ക്വിക്ക് ആൻസർ നമ്മൾ പറയും, അല്ലേ? ക്വിക്ക് ആൻസർ പറയും. പക്ഷേ നമ്മൾ എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെ, നമ്മൾ ആരാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ക്വിക്ക് ആൻസർ പറയോ? കൺഫ്യൂസ്ഡ് ആവൂലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെല്ലാവരോടും ഞാനിങ്ങനെ ചാറ്റ് ബോക്സിൽ എഴുതാൻ പറഞ്ഞു, എന്തിനാ നിങ്ങൾ, അല്ലെ നിങ്ങൾ ആരാ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു ആൻസർ എല്ലാവരും എഴുതുമോ? ഞാൻ നിങ്ങളോട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്യാൻ പറഞ്ഞാൽ എല്ലാവരും ഒരേ ആൻസറാണ് എഴുതാ? വൈ യു ആർ ഹിയർ എന്ന് ചോദിച്ചാൽ ആണോ? ഉറപ്പായിട്ടും സെയിം ആൻസർ എഴുതൂല. പക്ഷെ എല്ലാത്തിനെ കുറിച്ച് നമ്മൾ പറയും. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ കുറിച്ച് അറിയില്ല. അപ്പൊ നമ്മളെ കുറിച്ച് നമ്മളെക്കാൾ അറിയുന്നവനാണ് നമ്മുടെ റബ്ബ്, അല്ലെ? നിങ്ങളുടെ മനസ്സിന്റെ സ്പന്ദനങ്ങൾ പോലും ആർക്കറിയാം? റബ്ബിനറിയാം.
ജീവിതത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാം. നമുക്ക് അള്ളാഹിന് മുമ്പിൽ രഹസ്യമൊന്നുമില്ല, അല്ലെ? അള്ളാഹിന് മുമ്പിൽ നമുക്ക് രഹസ്യങ്ങളൊന്നുമില്ല. ആ റബ്ബിന് നമ്മുടെ ലൈഫ് നമ്മൾ എന്ത് ചെയ്യും? സബ്മിറ്റ് ചെയ്യുന്നു. കംപ്ലീറ്റ് സബ്മിഷൻ, അല്ലെ? ഇതാണ് ഇബാദത്തിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കും, നമുക്ക് ഇതിന്റെ ഒരു സൗന്ദര്യം ബോധ്യപ്പെടും, അല്ലെ? ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി. ദീൻ എന്ന് വെച്ചാൽ ലക്കും ദീനുക്കും വലിയ ദീൻ എന്നാണല്ലോ. ദീൻ പൂർണ്ണമായി ജീവിതം മുഴുവൻ അള്ളാഹുവിനെ സബ്മിറ്റ് ചെയ്തുകൊണ്ടുള്ള ജീവിതത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ വരേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ കലിമത്ത്, അല്ലെ? ഖുർആൻ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. തജീനു ലക്കുമുൽ അറബു വതഖ്ലു ലക്കുമുൽ അജബ്, അറബികളും അനറബികളും നിങ്ങൾക്ക് കീഴ്പ്പെടും. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ചും സൂറത്തുൽ കാഫിറൂനെ കുറിച്ചും പറയുന്നതാണോ? ഈ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് രണ്ട് കഷ്ണാക്കിയാൽ അതിനെ സൂറത്തുൽ ഇഖ്ലാസിലേക്കും സൂറത്തുൽ കാഫിറിലേക്കും കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ്. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ലാ ഇലാഹ എന്നാൽ ഒരാരാധ്യനുമില്ല എന്ന് പറയുമ്പോൾ അതെന്തുമായിട്ട് ഈ സൂറയായിട്ട് കണക്ട് ചെയ്യും? ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹു ഒഴികെ. അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സൂറ ഏതാ? സൂറത്തുൽ ഇഖ്ലാസ്, അല്ലെ? ഇഖ്ലാസ്. ഈ രണ്ട്. അപ്പം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അറബ് ലോകവും അനറബ് ലോകവും നിങ്ങൾക്ക് കീഴ്പ്പെടുന്ന ആര് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷേ ഈ ഉമ്മത്തിന്റെ പ്രത്യേകത എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, പക്ഷേ ഈ ഉമ്മത്തിന് ഇസ്സത്തില്ലാതെ പോകുന്നു, അല്ലെ? ഇസ്സത്തില്ലാതെ പോകും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്സത്തിന് ഈ ഉമ്മത്തിന് മുമ്പിൽ ഒരു കാലത്ത് അറബ് ലോകവും അനറബ് ലോകവും കീഴ്പ്പെട്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാമല്ലേ, അല്ലെ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം കഴിഞ്ഞു, പിന്നെ ഖുലഫാ റാഷിദ് കാലം, പിന്നെ നിങ്ങൾക്ക് പിന്നെ ഇസ്ലാം വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് വ്യാപിക്കും. നമുക്കറിയാം റോം, അല്ലെ? ഇന്നത്തെ യൂറോപ്പ്, ആഫ്രിക്കൻ കോണ്ടിനൊക്കെ ഇസ്ലാമിന് കീഴ്പ്പെടുന്ന ഒരു കാലഘട്ടമുണ്ട്. എങ്ങനെ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം സ്പെയിനെ കുറിച്ച് പറയുന്നത് ഗോൾഡൻ ഏജ് ഓഫ് ജ്യൂസ് എന്ന് പറയാൻ പറ്റുന്നത് തന്നെ മുസ്ലിം സ്പെയിനാണ് എന്ന് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കാലഘട്ടം ഈ ഉമ്മത്തിന് കടന്നു പോയിരുന്നു. ഇസ്സത്തോടെ ഈ ദീന് ഉയർന്നു നിന്നൊരു കാലഘട്ടം. അതിന്റെ അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായ തൗഹീദിലേക്ക് ആളുകൾ വന്നതാണ് അതിന്റെ ഏറ്റവും വലിയ കാരണം. ഓക്കെ, ഞാൻ അതിന്റെ ഒന്ന് രണ്ട് പോസിറ്റീവ് ബെനിഫിറ്റ് പറയാം കേട്ടോ. നമ്മുടെ ലൈഫിലും മുസ്ലിം ഉമ്മത്തിന്റെ ഗ്രോത്തിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ഇത് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇപ്പൊ നമുക്ക് തോന്നുമല്ലോ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ ഈ ഖുർആന്റെ ലൈഫിനൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്താൽ നമ്മൾ ഭയങ്കര നമ്മുടെ തല എന്താ ചെയ്യുന്നത്? നമ്മുടെ ബ്രെയിൻ നമ്മളെന്താ പറയുന്നത്? മസ്തിഷ്കം പണയം വെക്കുക, അങ്ങനെയൊക്കെ പറയൂലേ, അല്ലേ? 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 അപ്പൊ അത് ഭയങ്കര എന്താണ്? നമുക്ക് നമ്മളെ സ്വാതന്ത്ര്യത്തിന് ബ്ലോക്കഡ് ആണ്, അത് നമ്മുടെ ലൈഫിന് അത്ര നല്ലതല്ല, ഇങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കുമല്ലോ, അല്ലേ? പക്ഷെ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നുണ്ട്. ഖുർആനിൽ തന്നെ അള്ളാഹു നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഫഗൈറല്ലാഹി തഅമുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യണമെന്നാണോ അല്ലെങ്കിൽ ജാഹിലീങ്ങളെ, അല്ലെ? ജാഹിൽ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ എന്ന് പറയുമ്പോ ജാഹിലീങ്ങൾ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് വിവരമില്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് പറയുന്നത്? അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യണം നിങ്ങൾ പറയുന്നത്. ഖുർആൻ ചോദിക്കാട്ടോ സൂറത്ത് സുമറിൽ. എന്നിട്ട് അതിന്റെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് അഫഗൈറല്ലാഹി ദീൻ അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ്, അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ നിങ്ങൾ ഒരു രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററുടെ എന്താണ് സഹായി ആവുക, മൂപ്പരുടെ കീഴിൽ വർക്ക് ചെയ്യുക, അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ ചില ആളുകൾ ഇപ്പൊ എടുത്ത് ഞാൻ കേരള ഗവൺമെന്റിന്റെ ഒരു ഉന്നത പോസ്റ്റിൽ ഒരാളെ കണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡയറക്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ആളാട്ടോ. അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ ഡയറക്റ്റ് എഡ്യൂക്കേഷൻ, മുഖ്യമന്ത്രിക്കും അല്ല, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അയാൾക്ക് ഭയങ്കര അഭിമാനമാണ്, ഞാൻ അദ്ദേഹത്തിന്റെ കീഴിൽ തൊട്ടടുത്ത ആളെ വർക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെ? എന്ന അഭിമാനമാണ്. എന്നാൽ നമ്മളെ ബോധ്യം എന്താണ്? ആകാശഭൂമികൾ കംപ്ലീറ്റ് സബ്മിറ്റ് ചെയ്ത, അതായത് മനുഷ്യനൊക്കെ പ്രപഞ്ചം മുഴുവൻ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു, അല്ലെ? ആ അള്ളാഹുവിനാണ് നിങ്ങൾ സബ്മിറ്റ്. അതുകൊണ്ട് അഫഗൈറ ദീനില്ല ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളത് എന്നെ ദീൻ എന്ന് പറയുമ്പോൾ ഈ ദീന്റെ പ്രത്യേകത എന്താ? എന്റെ ദീന്റെ പ്രത്യേകത എന്താ? ആകാശഭൂമികളിലെ എല്ലാ വസ്തുക്കളും ഈ ദീനിലാണ് ജീവിക്കുന്നത്. എല്ലാ വസ്തുക്കളും എക്സെപ്ഷൻ ആര് മാത്ര? മനുഷ്യരിലെ ചെറിയൊരു വിഭാഗം.
അവര് അള്ളാഹു നിഷേധിക്കുമ്പോൾ പോലും അവരുടെ മസ്തിഷ്കം, അവരുടെ കൈകാലുകളൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ആരാണ്? 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 Allah. അള്ളാഹുവാണ്. അതുകൊണ്ടല്ലേ നമുക്ക് എത്ര ആഗ്രഹിച്ചിട്ടും മരണത്തിൽ രക്ഷപ്പെടാനോ അപകടത്തിന് രക്ഷപ്പെടാനോ സാധിക്കാത്ത എന്തുകൊണ്ടാ? നമ്മൾ എന്ത് വർത്താനം പറഞ്ഞാലും ഇതൊക്കെ ചലിപ്പിക്കുന്ന ആരാണ്? അള്ളാഹുവാണ്. അല്ലെ? നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമുക്ക് തിരിച്ചറിവുണ്ട്, എന്ത് എൻ്റെ കൈ, എൻ്റെ കാല്, അങ്ങനൊന്നല്ല. ഇതൊക്കെ ആരുടേതാണ്? റബ്ബിന്റെ. നാളെ പരലോകത്ത് മനസ്സിലാവും ഈ കാലും കൈയൊക്കെ നമുക്കെതിരെ സംസാരിക്കുമ്പോൾ, അല്ലെ? വലിയ മനഖ്തിമു അലാ അഫ്വാഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കംപ്ലീറ്റ് സബ്മിഷൻ ആണ്. അതിന് ഖുർആൻ ഒരു ഉപമ പറയുന്നുണ്ട്, ഞാൻ സൂചിപ്പിച്ചെന്ന് തോന്നുന്നു. അതായത് അള്ളാഹുവിന് മാത്രം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ മസ്തിഷ്കം പണയം വെക്കാൻ. അങ്ങനെയല്ല, നമുക്ക് ജീവിതത്തിൽ ഭയങ്കര റിലാക്സ് കിട്ടും. എന്തുകൊണ്ടാണ് അങ്ങനെ റിലാക്സ് കിട്ടും? അള്ളാഹുവിന് സബ്മിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ റിലാക്സ് കിട്ടും. നിങ്ങൾ പറയാം, നിങ്ങൾക്ക് ബോധ്യം പറഞ്ഞാൽ മതി. അള്ളാഹുവിന് മാത്രം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിലാക്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ജീവിതം ആകെ കൊളാവുക ചെയ്യാം. റിലാക്സ്. എന്താ റിലാക്സിന് കാരണം? Relax. എന്താ നിങ്ങൾ പറയാം? അങ്ങനെ റിലാക്സ് എന്ന് പഠിച്ചവനെ പറയാം. നോക്കിക്കോളും. നമുക്ക് ഹയറും ഷെറും പഠിച്ചവനല്ല ഏറ്റവും കൂടുതൽ അറിയാം. ഒന്ന് ഹൈറും ശരും പഠിച്ചോനെ അറിയാം, പഠിച്ചോ നോക്കിക്കോളും. പിന്നെന്താ? ഓൾറെഡി അള്ളാഹു എല്ലാം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അതിനുശേഷം നമുക്ക് പോയാൽ മതിയല്ലോ. നമ്മൾ പിന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആലോചിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക എന്നുള്ളത് നമ്മുടെ ലൈഫിൽ ഭയങ്കര ടെൻഷനുള്ള കാര്യമാണോ? നല്ല ടെൻഷനുള്ള കാര്യമില്ലേ? അതെ അതെ. അല്ല, നമ്മുടെ ലൈഫിൽ നിങ്ങൾ ഏത് കാര്യത്തിൽ നോക്കിയാൽ മതി, ഈ ക്ലാരിറ്റി ആണ് ഏറ്റവും പ്രധാനം കേട്ടോ. നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാരിറ്റി വേണം, അല്ലേ? ഞാൻ എങ്ങോട്ട് പോകണം, ഞാൻ എന്ത് ചെയ്യണം, ഈ ക്ലാരിറ്റി പ്രധാനമാണ്. ഈ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഭയങ്കര ടെൻഷനാവുന്നത്. ഇപ്പം നിങ്ങൾ തന്നെ ഈ കരിയർ, നിങ്ങളുടെ ഫ്യൂച്ചർ, അല്ലേ, നാളെ ഞാൻ എന്ത് ചെയ്യും, ഇതിനെക്കുറിച്ചൊക്കെ പലപ്പോഴും ടെൻഷനൊക്കെ അടിക്കും. ഒന്ന്, ഇനി നാട്ടിൽ പല കൺസേൺ ഉണ്ടാവും, അല്ലേ? ഇപ്പം നിങ്ങൾ ചിലപ്പോൾ അങ്ങനെയല്ല, ഞാൻ പലതും കണക്ട് കേട്ടോ. ഡൽഹിയിൽ നിൽക്കണോ, അപ്പോൾ ഡൽഹിയിൽ താമസിക്കുമ്പോൾ വീട് നാട്ടിൽ വെക്കണോ, അപ്പോൾ നാട്ടിൽ പോയാൽ പറയുന്നത് ഇവിടെയൊക്കെ വീട് വേണം, അല്ലേ? ഞാൻ ആരെ കല്യാണം കഴിക്കണം, ഇങ്ങനെ 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 ലൈഫിലെ എല്ലാ കാര്യങ്ങളും, പലരുടെയും അഭിപ്രായങ്ങൾ, സൊസൈറ്റി, ഇങ്ങനെ പലതും നമ്മളിങ്ങനെ ഭയങ്കര ഡിസ്ട്രാക്ട് ചെയ്യാണ്, അല്ലേ? നമ്മുടെ ലൈഫിലെ ഡിസിഷൻ മേക്കിംഗ് പോലും പലപ്പോഴും നമ്മളായിരിക്കില്ല, നമ്മുടെ ചുറ്റുമുള്ള പല സംഗതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയാണ്. നമ്മളാകെ കൺഫ്യൂസ്ഡ് ആവും. ഇതിൽ ഒറ്റ വഴി എന്താ? അള്ളാഹുലേക്ക് വന്നാലോ? നമുക്ക് ഒറ്റ ആളെ കൺവിൻസ് ചെയ്യണ്ട. ആരാണത്? അള്ളാഹു. ഈ ആളെ കൺവിൻസ് ചെയ്യുന്നതിന്റെ ഗുണം എന്താണ്? നമ്മുടെ രഹസ്യങ്ങൾ നമ്മളെക്കാൾ അറിയുന്ന ആളാണ് ആര്? അള്ളാഹു, അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ശരിക്കും ഏറ്റവും റിലാക്സ് നമുക്ക് നൽകുന്ന ഒരു ജീവിത ദർശനമാണ്. അതാണ് ഖുർആൻ പറയുന്നത്, ലക്കും ദീനുക്കും വലിയ ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുമ്പോൾ, അല്ല, ഇത്രയോ വലിയ ഓഫർ കിട്ടിയിട്ട് നബി എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, അതിൽ വേറൊരു സംഗതി എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ദീൻ, എൻ്റെ റബ്ബ് എനിക്കെന്ന ദീൻ ഫോളോ ചെയ്ത് ജീവിക്കുമ്പോൾ, ദിന ജീവിത വ്യവസ്ഥയെ ഫോളോ ചെയ്ത് ജീവിക്കുമ്പോൾ എനിക്കെന്താ കിട്ടുന്നത്? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗന്ദര്യം അത് കൊണ്ടുവരുന്നു, അല്ലേ? ലക്കും ദീനുക്കും വലിയ ദീൻ. അപ്പൊ എൻ്റെ ദീൻ എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? അതെങ്ങനെയാ ഫോളോ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അള്ളാഹു തന്ന ഈ ഖുർആന്റെ വഴി, അല്ലേ, അതാണ് എൻ്റെ ദീൻ. ആ ജീവിത വ്യവസ്ഥയെ പിൻപറ്റി ജീവിക്കുക. അപ്പൊ നമുക്ക് ഭയങ്കര റിലാക്സ് നൽകും. ഞാൻ കഴിഞ്ഞ ദിവസമേ, നിങ്ങൾ കുറച്ചും കൂടി പിന്നെ എഡ്യൂക്കേറ്റഡ് ആയ ഒരു പിന്നെ ഒരു ടീമാണല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഈ ഫലസ്തീന്റെ കാര്യം ഇങ്ങനെ ഡിസ്കസ് ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിച്ച് നോക്കിയോ, എന്താ ഇങ്ങനെ മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെ ആയിപ്പോയത്? പിന്നെ ഇസ്രായേലിന്റെ ഇത്രയും വലിയൊരു ഗ്രോത്തിന്റെ കാരണം എന്താ? അല്ലെ, ഇസ്രായേലിൽ ചെറിയൊരു പോപ്പുലേഷനുള്ളൂ. അല്ല, എത്ര ശതമാനം ലോകത്തുണ്ട്? ആർക്കും പറയാൻ പറ്റുമോ? ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത്, ഇസ്രായേൽ എത്ര ശതമാനം ഉണ്ട്? അല്ല, ഇസ്രായേലല്ല, ജ്യൂസ് ലോകത്ത് ചെറിയൊരു ശതമാനമേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഇവർക്ക്, ഒരു കാലത്ത് ഇവർ ഭയങ്കര പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ആളുകളാണ്, അവര് ഈ ഒരു പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്തു? അങ്ങനെ ഉണ്ടല്ലോ, തരണം ചെയ്തു. ജൂഷ് 15.2 മില്യൺ ആണ്. അപ്പൊ എത്ര ശതമാനം എനിക്കറിയില്ല ലോകത്തുള്ളത്. അപ്പൊ എങ്ങനെയാണ് അവർ ഈ പ്രതിസന്ധി അതിജീവിച്ചെന്ന് ചോദിച്ചാൽ, അതിനെക്കുറിച്ച് പറയുന്ന ഒരു കാരണം എന്താണ്? പിന്നെ ഈ ഇൻഫ്ലുവൻസിന്റെ, അപ്പോൾ ഹൈ ഇൻഫ്ലുവൻസ് എന്താ 0.2% കാണിക്കുന്നത്. 0.2%. അപ്പൊ മുസ്ലിങ്ങളോ? അപ്പൊ കീ റീസൺസ് ഫോർ ജൂയിഷ് ഇൻഫ്ലുവൻസ്. അപ്പൊ ഫസ്റ്റ് പറയുന്നത് എന്താണോ, ഞാൻ ഡീപ് സീക്കിനോട് ഇങ്ങനെ കുറേ ചോദ്യം ഇങ്ങനെ ചോദിച്ചപ്പോൾ അതിൽ ഒരു ആൻസർ, അതിൽ
പിന്നെ കീ റീസൺസ് ഫോർ ജൂയിഷ് ഇൻഫ്ലുവൻസിൻ്റെ ആൻസർ കിട്ടിയതെന്നാണോ? എംഫസിസ് ഓൺ എഡ്യൂക്കേഷൻ, ഇൻ്റലക്ച്വൽ ട്രഡീഷൻ. അതിൽ ഫസ്റ്റ് പറയുന്നതെന്നോ തെൽമൂദിക് സ്റ്റഡി എന്നാണ് പറയുന്നത്. ഇവരുടെ ഗ്രോത്തിൻ്റെ ഫസ്റ്റ് കാരണം എന്താ പറയുന്നത്? തെൽമൂദിക് സ്റ്റഡി എന്ന് പറയുന്നത്. നിങ്ങൾ യൂസിക്കണോ? നിങ്ങൾ ChatGPT ഒക്കെ ചോദിച്ചു. And Judaism places a high value on debate, questioning, and critical thinking. The Talmuds encourage deep analysis, which has translated into strong academic performance. നോക്കണം കേട്ടോ. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലായ എന്താ? ഡിബേറ്റ്, ക്വസ്റ്റ്യനിങ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലേ? അപ്പൊ ഇതിന്റെ ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെൽമൂദാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ വെച്ച് കഴിഞ്ഞാല് ഈ തെൽമൂദിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തെൽമൂദ് യഥാർത്ഥത്തിൽ ഡിവൈൻ നോളജ് ആണ്, അല്ലെ റിവീൽ നോളജ് ആണെന്നതിനെ കുറിച്ച് പിന്നെ അവർക്ക് തന്നെ അഭിപ്രായം ഇല്ല. കാരണം അതിനെക്കുറിച്ചുള്ള പഠനം മനസ്സിലാക്കുക അത് ജൂയിഷ് സ്കോളേഴ്സ് തയ്യാറാക്കിയ ഒരു സാധനമാണ്. ജൂയിഷ് സ്കോളേഴ്സ് എന്ത് ചെയ്താൽ ചരിത്രപരമായിട്ട് തയ്യാറാക്കുന്ന തെൽമൂദ് അത് ഡയറക്റ്റുള്ള ഡിവൈൻ നോളജ് അല്ല, മറിച്ച് തൗറാത്തിന്റെ ഒക്കെ ബേസിൽ തയ്യാറാക്കിയ ഒരു സാധനമാണ്. പക്ഷെ ഖുറാന്റെ പ്രത്യേകത എന്താ? കംപ്ലീറ്റ് എന്താണ്? ഇറ്റ് ഈസ് ഫ്രം അല്ലാഹ് അല്ലേ? ഇറ്റ് ഈസ് ഫ്രം അല്ലാഹ്. അപ്പോൾ തെൽമൂദ് അവർ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബൈഹാർട്ടാക്കുക, ഓതി പുണ്യം നേടുക, ഇതല്ല പേർപ്പസ് എന്താണ്? ലൈഫിലെ ട്രാൻസ്ഫോർമേഷൻ്റെ ടൂള്. പിന്നെന്താ പറയുന്നത്? തിങ്കിങ് അല്ലെ? ഖുറാന് അള്ളാഹു പറഞ്ഞെന്താ? ലിയദ്ദബ്ബറു ആയാത്തി, അതിൻ്റെ ആയത്തുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ അല്ലെ, തദബ്ബുർ ചെയ്യാൻ, ഇതൊക്കെ അള്ളാഹു പറയുന്നത് ആണോ അല്ലയോ? പക്ഷെ നമ്മുടെ പ്രത്യേകത എന്താ? മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രത്യേകത, ലോകത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളിൽ 0.1%, ഞാനത് എക്സാജറേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും പഠനത്തിലും പറയാട്ടോ, ചിലപ്പോൾ 0.1% മുസ്ലിങ്ങൾ പോലും ചിലപ്പോൾ ഉണ്ടാവില്ല ഈ ഖുർആനെ പഠിക്കേണ്ട വിധം പഠിക്കുന്നുണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ഖുർആനെ പഠിക്കുക, അതിനെക്കുറിച്ച് തദബ്ബുർ ചെയ്യുക, ക്രിട്ടിക്കൽ തിങ്കിങ്, അല്ലെങ്കിൽ ഖുർആനെ ലൈഫിൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ ടൂളായി ഉപയോഗിക്കുക. പിന്നെ എങ്ങനെയാണ് ഈ ഉമ്മത്തിനൊരു മാറ്റം ഉണ്ടാവുക? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലൂടെ ജീവിച്ചൊരു സമൂഹമാണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സമൂഹത്തെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവർ തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിച്ചു. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുള്ള കംപ്ലീറ്റ് സബ്മിഷനാണ് അവരുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യമായിട്ട് മാറിയത് അല്ലേ? അതുകൊണ്ട് ഈ സൂറ പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ബോധ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫമൻ യക്ഫുർ ബിത്വാഗൂത്ത് യുമിൻ ബില്ലാഹ്, താഗൂത്തിനെ കുഫ്ർ ചെയ്യുക, അള്ളാഹുൽ വിശ്വസിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദീനാണ് ഏറ്റവും മഹത്തരമെന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവണം. അങ്ങനെ എടുത്തോ, ആ ബോധ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അള്ളാഹുവിനെ സമർപ്പിച്ച് നമുക്ക് ജീവിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ അബദുകളായി മാറുക. നമ്മൾ സൂചിപ്പിച്ച പോലെ എന്താണ്? ലഹരിക്ക് അടിമയാകുന്നത് പോലെ അല്ലേ? ലഹരിക്ക് അടിമയാകുന്നത് പോലെ അതിനേക്കാൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ അബദുകളായി മാറുക. അങ്ങനെയാണെങ്കിൽ ശരിക്കും മനസ്സിലാവുന്ന വെച്ചാൽ ഖുർആനിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അള്ളാഹു യാ ഇബാദ് യാ ഇബാദ് യാ ഇബാദ് എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ചിലപ്പം ആൾക്ക് ഫീൽ ചെയ്യുന്നത് എൻ്റെ അടിമകൾ എന്നല്ല. അള്ളാഹു ഖുർആൻ ഉപയോഗിച്ച ഏറ്റവും സുന്ദരമായ വേർഡാണിത്, അള്ളാഹുവിൻ്റെ അബ്ദ്. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പദവിയാണ് അള്ളാഹുവിൻ്റെ അബ്ദ്. എന്ന് വെച്ചാൽ അള്ളാഹു ഏറ്റവും ചേർത്ത് പിടിക്കുന്നവനാണ് അള്ളാഹുവിൻ്റെ അബ്ദുകൾ അല്ലേ? ആ അബ്ദുകൾ ഉൾപ്പെടെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖുർആൻ പറയുന്നുണ്ട് ഫബശ്ശിർ ഇബാദ്, ഇബാദുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. സൂറത്ത് സുമറിൽ അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ കേൾക്കാണ്, പക്ഷെ അതിനെ ഇത്തിബാ ചെയ്യുന്നവരാണെന്ത്? അള്ളാഹുവിൻ്റെ ഇബാദുകൾ. ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ്, അവർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കുക. ഉലൈകുമുൽ അൽബാബ്, അവരാണ് ജീനിയസ് ആളുകൾ എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദീൻ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ജീവിത വ്യവസ്ഥയെ നമ്മൾ എന്ത് ചെയ്യുക? ആത്മാഭിമാനത്തോടെ പിൻപറ്റുക. എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് പിന്നെ പഠിക്കാനും അറിയാനും ഒക്കെ അള്ളാഹു അവസരം നൽകിയ ആളുകൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ച് ചിന്തിക്കണം, തദബ്ബുർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒന്ന് നമ്മുടെ ജീവിതം ഏറ്റവും സൗന്ദര്യമുള്ളതായി മാറും എന്ന് മാത്രമല്ല, മുസ്ലിം ഉമ്മത്തിൻ്റെ ഉയർച്ചക്ക് ഇതല്ലാതെ മറ്റൊരു വഴി അള്ളാഹു കാണിച്ചു തന്നിട്ടില്ല നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മുടെ ഖുർആന് ഏറ്റവും നന്നായി പഠിക്കാനും മനസ്സിലാക്കാനും തദബ്ബുർ ചെയ്യാനും ഖുർആന്റെ ജീവിത വഴിയിൽ സമർപ്പിച്ച് ഏറ്റവും സുന്ദരമായ ജീവിതം അല്ലെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന എന്താ? സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതം. ഇതിൽ സഫീദ ഹുസൈൻ ലാ തഹ്നു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനൂൻ അല്ലേ? ഡു നോട്ട് ലൂസ് ഹോപ്പ്, നോട്ട് ബി സാഡ്, അൻതുമുൽ അഅലൗന. എൻ്റെ ബാക്കി എന്ന് വെച്ചാൽ നിങ്ങളെ ഏറ്റവും ഉന്നതർ കേട്ടോ. ഇൻ കുൻതും മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സമർപ്പിച്ച
കുഫറിന്റെ ഓപ്പോസിറ്റ് എന്താ? ഈമാൻ. ഈമാൻ്റെ ആളുകളാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ഉന്നതരെന്ന് ബോധ്യം ഉണ്ടാവുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? അസ്സലാമു അലൈക്കും. ഷബീർ, ഇത് അടുത്ത ആഴ്ച എന്താ? പെരുന്നാൾ അടുത്ത ആഴ്ച പെരുന്നാളാണ്. പെരുന്നാൾ ശനിയാഴ്ചന്. ശനിയാഴ്ച ഞായറാഴ്ച പെരുന്നാൾ ഉണ്ടാവാ. വെള്ളി ശനിയാണ് പെരുന്നാള്. അപ്പൊ ഞായറാഴ്ച ബുദ്ധിമുട്ടുണ്ടോ? അല്ല, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞായറാഴ്ച എടുക്കാം. എടുക്കല്ലേ? നമ്മുടെ ഷെഡ്യൂൾ പ്രകാരം തീരണമെങ്കിൽ ഞായറാഴ്ച ഇതാ. അപ്പൊ എനിക്ക് എല്ലാവരും റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചാല്, പിന്നെ ഞാനിങ്ങനെ പിന്നെ ഭയങ്കര വേർഡ് മീനിങ് അത്യാവശ്യം പറയാറുണ്ട്, ഇത് ചെയ്യാറുണ്ട്, നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ കുറച്ചും കൂടി പിന്നെ സാധാരണ ഉള്ളതുപോലെ എന്താ പറയുക, കുറേ ഇബാറത്തുകളിലേക്ക് വന്നതിനേക്കാൾ ഉപരി ഈ ഒരു പിന്നെ നമ്മൾ കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആളുകളാണല്ലോ, നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനും കണ്ടെത്താനും ഒക്കെ അള്ളാഹു അവസരം നൽകുക, നൽകിയ ആളുകളാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് പറയാം. പ്രത്യേകിച്ച് നമ്മൾ കുറേ ആയത്തുകൾ ഇങ്ങനെ നമ്മൾ കുറേ ക്ലാസ്സുകളിൽ കടന്നു പോയിട്ടുണ്ട്. അതിലൂടെയൊക്കെ പോയാൽ തന്നെ നമുക്ക് അത്യാവശ്യം എന്ത് ചെയ്യും, ഒരു ധാരണ ഖുർആനെ കുറിച്ച് കിട്ടും ഇൻഷാ അല്ലാഹ്. ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെ ചോദിക്കാം, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇൻഷാ അല്ലാഹ്. ക്വസ്റ്റ്യൻ അല്ല, ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ വരുന്ന ഈ ട്യൂസ്ഡേ 3-ാം തീയതി മറ്റന്നാ നമ്മളൊരു തജ്വീദ് ക്ലാസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇശാക്ക് ശേഷം 8:30ക്കാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാവട്ടെ. ട്യൂസ്ഡേ ഇശാക്ക് ശേഷം 8:30ക്ക് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും പരമാവധി പങ്കെടുക്കാൻ ശ്രമിക്കുക. നമ്മൾ വിചാരിക്കും പിന്നെ ഖുർആൻ പഠിക്കാനുള്ള ഒരു അവസരം അത് നമ്മൾ കേൾപ്പിച്ചതാ, നിങ്ങൾക്കൊരു അവസരം ഉണ്ട് കേട്ടോ, ഇന്ന് അള്ളാഹു നമ്മൾ അറിയിച്ചു. അവസരം ഉപയോഗപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്താൻ നമ്മൾ ട്രൈ ചെയ്യുക. പിന്നെ നമ്മളതിൽ പരമാവധി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ആളുകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാനും ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ അൽഹംദുലില്ലാഹ്, പിന്നെ നമ്മളെല്ലാവരും ഇപ്പോഴും ദുആ ചെയ്യുക, പ്രത്യേകിച്ച് ഫലസ്തീനികൾക്ക് വേണ്ടിയിട്ട്. നമ്മുടെ ഈമാൻ ഏറ്റവും ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭമായിട്ട് ഇതൊക്കെ. നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത്, നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഈമാനുള്ളൊരു സമൂഹം, നമുക്ക് പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടുന്ന ഒരു സമൂഹമാണ് ഫലസ്തീൻ. അതുകൊണ്ട് നമ്മുടെ മനസ്സും ഒക്കെ അവരോട് ചേർന്ന് നിൽക്കണം, നമ്മുടെ ദുആലുണ്ടാവണം. നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ അല്ലേ, നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഈമാൻ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാൻ സവിശേഷമായി പറഞ്ഞത് കുറച്ച് ധൈര്യമൊക്കെ ഉണ്ടാവുക, അതിനെതിരെ നമ്മളാ കഴിയുന്ന രീതിയിലുള്ള സംസാരങ്ങളുണ്ടല്ലോ, പോസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യുക. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വതആല ആ സമൂഹത്തെ വിജയിപ്പിക്കട്ടെ. പടച്ചോനെ, ഞങ്ങളിങ്ങനെ കണ്ടിട്ടിങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല, പക്ഷേ നിന്റെ ഒരു പ്ലാൻ ഉണ്ടാവുമെന്നൊരു ഉറച്ച പ്രതീക്ഷയിൽ മുമ്പോട്ട് പോകുന്നു. അല്ലാഹുവേ, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന, ബൈത്തുൽ മഖ്ദസിന് വേണ്ടി നിലകൊള്ളുന്ന ഫലസ്തീനികളെ നീ അനുഗ്രഹിക്കണേ നാഥ. അവരുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ പടച്ചോനെ. അവർക്ക് ആ ഖുദ്സിൻ്റെ മണ്ണിൽ വിജയം നൽകി അനുഗ്രഹിക്കണമേ പടച്ചോനെ. പോലെ ഈമാനുള്ള ആളുകളായിട്ട് ജീവിക്കാനും മരിക്കാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ. സൂറത്തുൽ കാഫിറൂൻ ഞങ്ങൾ പഠിച്ചു. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്ന അബദുകളായി മാറാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. നീ ഇഷ്ടപ്പെട്ട അബദുകൾക്ക് വാഗ്ദാനം ചെയ്ത സുന്ദരമായ ജീവിതം ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന നാഥ അള്ളാഹുവേ, ഞങ്ങൾക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ വഴിയിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തണമേ നാഥ. പടച്ചവനെ, ഞങ്ങളിവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നിന്റെ ഫിർദൗസിൽ ഞങ്ങളുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുമിക്കാൻ, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം, ഇണയോടൊപ്പം, കുടുംബത്തോടൊപ്പം ഒരുമിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. നന്മ നിറഞ്ഞ ലോകക്രമം കെട്ടിപ്പടുക്കാൻ അതിനുവേണ്ടി കഴിയാവുന്ന കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ അള്ളാഹു അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം.